അനുഗ്രഹീതമായ സ്വർഗപ്രവേശനത്തിനപ്പുറം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണാനും ആ പടച്ചതമ്പുരാൻ്റെ തിരുദർശനം എന്ന തിരുലിഖാ എന്ന ഏറ്റവും വലിയ അനുഗ്രഹം കരഗതമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും സർവശക്തനായ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു ആമുഖ പ്രസംഗത്തിന് തികച്ചും പ്രസക്തി ഇല്ല എന്ന ബോധ്യമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിഞ്ഞ നമ്മുടെ നോമ്പും ഇനി വരാനിരിക്കുന്ന നോമ്പുകളെല്ലാം അവൻ്റെ സംതൃപ്തിക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ നാളെ പടച്ചതമ്പുരാൻ നോമ്പുകാരന് കൊടുക്കുന്ന അവനെ കാണിച്ചു തരിക എന്ന സന്തോഷം അത് ഉള്ളുകൊണ്ട് വളരെ കൃത്യമായി അള്ളാഹുവിനെ കണ്ട് ആ സന്തോഷം നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് നമുക്ക് ആനന്ദ തുന്തിലരായി ആ സന്തോഷം മതിവരുവോളം ആസ്വദിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന് പകരമായി നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10, മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെ 10. ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് റമളാനിനെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10ആണ്, അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തേത് പാപമോചനത്തിൻ്റെ 10ആണ്, അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൽ നാം ഏകദേശം 3 ദിവസം എത്തി നിൽക്കുന്നു. ഇനി ഒരു 10 ഉണ്ട്, അത് നരകമോചനത്തിൻ്റെ 10ആണ്. ഇങ്ങനെ 3 10കളായി പരിശുദ്ധ റമളാനിനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ രണ്ടാമത്തെ 10ൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു എത്തിനോട്ടം അനിവാര്യമല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു എത്തിനോട്ടം. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവരാണോ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും എന്ന് ഒരൊറ്റ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാടൊന്നും നമ്മൾ വിശദീകരിക്കണ്ട. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരങ്ങൾ നീട്ടിയിട്ട് കാരുണ്യത്തെ ചോദിച്ചവരാണ് നമ്മൾ. ആ കാരുണ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന പരിശോധന ഈ രണ്ടാമത്തെ 10ൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ഒരേ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിച്ചോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതെന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് നാം മറ്റുള്ളവരോട് ആർദ്രത കാണിക്കുമായിരുന്നു, കനിവ് കാണിക്കുമായിരുന്നു, അവരോട് കരുണ കാണിക്കുമായിരുന്നു. മറ്റുള്ളവരോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹം, അനുകമ്പ, ദയ ഇതൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടോ? സഹജീവികളോട്, മനുഷ്യരോട് മാത്രമല്ല, എല്ലാ പച്ചക്കരളുള്ള ജീവികളോടും നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ആർജിച്ചെടുത്ത കാരുണ്യം ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കരുണ കിട്ടിയ നാം ഓരോരുത്തരും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ കാരുണ്യം നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ. ഈ 10 പാപമോചനത്തിൻ്റെ 10ആണ്. ഈ പാപമോചനത്തിൻ്റെ 10 അല്ലാഹു നമുക്ക് പാപമോചനം തരണമെങ്കിൽ, നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കഴുകി ശുദ്ധിയാക്കി പാപത്തിൻ്റെ കറകളെടുത്ത് കളഞ്ഞ് ആ പാപത്തിൽ നിന്നൊരു മോചനം നമുക്ക് അല്ലാഹു തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ, മറ്റുള്ളവരോട് എന്തെങ്കിലും പാകപ്പിഴവുകൾ വാക്കുകളായി പ്രവൃത്തികളായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് ലഭ്യമാവുള്ളൂ. അല്ലാതെ മറ്റുള്ളവരോട് യാതൊരു നിലയിലുള്ള വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത ഒരാൾക്ക് അല്ലാഹു തആല പാപമോചനം തന്ന് ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിക്കണ്ട. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇനി മൂന്നാമതൊരു 10 വരാനുണ്ട്. ആ 10 നരകമോചനത്തിൻ്റെ 10ആണ്. ആ നരകമോചനം നമുക്കറിയാമല്ലോ, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീ കൊണ്ടാണ്. തീയാണല്ലോ നരകമെന്ന് പറയുന്നത്. ആ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട
ഒരു സൃഷ്ടിയാണ് പിശാച്. ആ പിശാചിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് കോപം. അള്ളാഹുവിൻ്റെ കോപമാണ് നരകമെന്ന് പറയുന്നത്. നാം നരകമോചിതരാണോ? അല്ലാഹു തആല നരകമോചനം നമുക്ക് മൂന്നാമത്തെ 10 തന്നിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ മറ്റുള്ളവരോട് കോപിക്കാതെ, മറ്റുള്ളവരോട് ദേഷിക്കാതെ, ആരോടും ഒരു ക്രോധമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് സുനിശ്ചിതമാണ്. ഞാനിത് മൂന്നും നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ആമുഖമായി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കാരുണ്യത്തിൻ്റെ 10 നമുക്ക് കരുണയിൽ അല്ലാഹു തആല തരണമെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10. ആ പാപമോചനം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടിമകളോട് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. നരകമോചനമെന്ന മൂന്നാമത്തെ 10 അള്ളാഹുവിൻ്റെ നാരകീയ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ കോപമെന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ കോപത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട തീ കൊണ്ട് പടയ്ക്കപ്പെട്ട നരകത്തിലേക്ക് നമ്മൾ ചെന്നു വീഴാതെ ഒരു മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടിമകളോട് കോപിക്കാതെ ദേഷിക്കാതെ നമുക്കിരിക്കാൻ സാധിക്കണം. ഇത് മൂന്നും സൃഷ്ടികളുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. റമളാൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് പടച്ചവനും നമ്മളും തമ്മിലുള്ള ബന്ധമൊന്നാണ്. അല്ല. കാരണം സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ് റമളാൻ, സൃഷ്ടാവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ധാരണ അള്ളാഹു നമ്മളും തമ്മിൽ അടുപ്പുണ്ടാക്കാൻ വേണ്ടി വെച്ചതെന്നാണ്. അല്ലേ അല്ല. കാരണം കാരുണ്യത്തിൻ്റെ 10 മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അതുകൊണ്ടല്ലേ റമളാൻ മാസം ആകുമ്പോൾ ഓരോരുത്തർ കിറ്റും പാത്രമായിട്ടൊക്കെ വീടുകളിൽ വരുന്നത്. എന്ത് ശവ്വാലിൽ വരുന്നില്ല? എൻ്റെ റജബിലും ശഅബാനിലും വരുന്നില്ല? എന്തുകൊണ്ടാണ്? റമളാനിൽ എല്ലാവൻ്റെയും മനസ്സിന് അലിവുണ്ടാവും, ആർദ്രതയുണ്ടാവും. അത് ശവ്വാലായി പെരുന്നാളിൻ്റെ പിറ്റുന്നോലെ അത് പൂട്ടി. ശഅബാൻ മാസത്തിൻ്റെ 29 പകലിൽ പോയാലും കിട്ടാത്ത ആ ഒരു ആർദ്രത പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുന്നു എന്ന് കണ്ടാൽ ആ നിമിഷം മുതൽ മനസ്സിന് പ്രത്യേകമായൊരു അലിവുണ്ടാവുകയാണ്. ആ അലിവ്, ആ ദയ നമ്മൾ കാണിച്ചാലേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടുള്ളൂ. നമുക്കങ്ങനെ കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാകണം. മഹാനായ ജഅഫർ ബിൻ അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ്, ഏറ്റവും വലിയ ധർമ്മിട്ടനാണ്, പേരുകേട്ട ധർമ്മിട്ടനാണ്. അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പേരുകേട്ട ധർമ്മിട്ടനാണ്. ഓരോ നാട്ടിലും ഓരോ പേരുകേട്ട ധർമ്മിട്ടന്മാരുണ്ടാകുമല്ലോ. അയാൾ ഏറ്റവും നല്ല പേരുകേട്ട നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിട്ടനാണ്. ആളുകളെ ധർമ്മിട്ടന്റെ പേര് പറയുമ്പോൾ ആദ്യമായി പറയുന്നത് അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. കാരണം ഇത്രത്തോളം ധർമ്മം ചെയ്യുന്ന മനുഷ്യന് വേറെയില്ല. ചരിത്രത്തിൽ പോലും അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ധർമ്മിട്ടന്മാരുടെ ലിസ്റ്റിലാണുള്ളത്. അദ്ദേഹം ഒരു ദിവസം ഒരു തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ശരീരത്തിന്റെ വേഷം മുഴുവനും, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വേഷം മുഴുവന് കീറിപ്പറഞ്ഞ കണ്ണ് കുടിഞ്ഞ കവളൊട്ടിയ വയറൊട്ടിയ ഇല്ലുംതിയ ഒരു പാവപ്പെട്ട മനുഷ്യനെ കാണുകയാണ്. ആ പാവപ്പെട്ട സഹോദരൻ ആ തോട്ടം നനയ്ക്കുകയാണ്. ആ തോട്ടത്തിലുണ്ടാകുന്ന എല്ലാ ഫലവർഗങ്ങളെയും നല്ല നിലയിൽ പരിപാലിക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. എന്താണ് അയാൾ ചെയ്യുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നിന്നോ ആ തോട്ടത്തിന്റെ മുതലാളിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഏതാനും ചില റൊട്ടി കഷണങ്ങളുമായിട്ട് വരികയാണ്. ആ പാവപ്പെട്ട കർഷകന്റെ കയ്യിലേക്ക് ഏതാനും ചില റൊട്ടി കഷണങ്ങൾ കൊടുക്കുകയാണ്. 1 or 2 റൊട്ടി മാത്രമാണ് ആ പാവപ്പെട്ട കർഷകന്റെ കയ്യിലേക്ക് മുതലാളി കൊടുത്തത്. ആ കർഷകൻ വാങ്ങിയിട്ട് അത് തന്റെ ചുണ്ടോടൊന്ന് ചേർത്തു വെക്കാൻ, പട്ടിണിയുടെ പരിവട്ടത്തിന്റെ വേദനയുടെ നാളുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ഇരിക്കുമ്പോ ഒരു കുപ്പി വെള്ളവും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുപോലെ 2 റൊട്ടി കഷ്ണവുമാണ് മുതലാളി കൊടുത്തത്. ആ റൊട്ടി കഷ്ണം തിന്നാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ റൊട്ടിയെടുത്ത് കയ്യിലേക്ക് അങ്ങ് വെക്കുമ്പോ
നോക്കുമ്പോ അതാ ഒരു നായ ഓടി വരികയാ. ഒരു നായ ഓടി വരികയാണ്. ആ നായ ഓടി വന്ന് അബ്ദുല്ലാഹിബ്നു ജഅഫർ തങ്ങൾ നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർഷകന്റെ മുന്നിൽ വന്നിട്ട് വായ തുറക്കുകയാ. ആ കർഷകൻ അതാ ഒരു റൊട്ടി എടുത്തിട്ട് ആ നായക്ക് കൊടുക്കുകയാണ്. ആ നായ വാലാട്ടിയിട്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ റൊട്ടി എടുത്തിട്ട് അദ്ദേഹം കഴിക്കാൻ ശ്രമിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അടുത്ത നായ അതാ ഓടി വരികയാ. അടുത്ത നായ വന്നുകൊണ്ട് ആ റൊട്ടി കഷ്ണത്തിന് വേണ്ടി വായ തുറക്കുകയാ. അവശേഷിക്കുന്ന രണ്ടാമത്തെ റൊട്ടിയും എടുത്തിട്ട് നായക്ക് കൊടുക്കുമ്പോ അതും വാലാട്ടിയിട്ട് മടങ്ങി പോകുന്ന കാഴ്ച കണ്ടിട്ട് അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു തആല സ്വയം പറഞ്ഞു പോയി, അല്ലാഹുവേ, ഈ അബ്ദുല്ലാഹിബ്നു ജഅഫറിനെയാണല്ലോ ജനങ്ങൾ ഏറ്റവും വലിയ ധർമ്മിട്ടനെന്ന് പറയുന്നത്. ഒരു നായ കടന്നു വരുമ്പോ ആ നായക്ക് തിന്നാൻ തന്റെ കയ്യിൽ തിന്നാൻ വേണ്ടി കൊടുത്ത റൊട്ടി കഷണം, ആ റൊട്ടി കൊടുത്തിട്ട് നായക്ക് പട്ടിണി മാറ്റി കൊടുത്ത ഈ പാവപ്പെട്ട കർഷകനല്ലയോ പടച്ച റബ്ബേ ഏറ്റവും വലിയ ധർമ്മിട്ടനെന്ന് ചിന്തിച്ചു പോവുകയാ. മിട്ടനായ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു നായയുടെ ആ നായക്ക് റൊട്ടി കൊടുത്ത കർഷകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരാ, ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ എത്ര റൊട്ടിയാണ് കിട്ടുക? അയാൾ പറഞ്ഞു, എനിക്ക് 2 റൊട്ടിയാണ് കിട്ടുന്നത്. ആ 2 റൊട്ടിയും നിങ്ങൾ നായക്ക് കൊടുത്തില്ലേ? കാരണം എന്താ? ആ സമയത്ത് കർഷകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ നായ്ക്കൾ വരേണ്ട സ്ഥലം ഇതല്ല, ഇവിടെ നായ്ക്കൾ വരാൻ യാതൊരുവിധ കാരണങ്ങളുമില്ല. പക്ഷേ മനുഷ്യന് സഞ്ചരിക്കുന്ന, മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് കൃഷി ഇറക്കുന്ന ഈ തോട്ടത്തിൽ ഒരു നായ വന്നിട്ടുണ്ടെങ്കിൽ ആ നായ ഇവിടെ എത്തിച്ചത് ഇല്ലൽ ജൂ, അതിന്റെ വിശപ്പല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. വിശപ്പ് കൊണ്ടല്ലേ നായ ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് നായക്ക് ഞാൻ ആ റൊട്ടി കൊടുത്തത്. അദ്ദേഹത്തോട് അബ്ദുല്ലാഹിബ്നു ജഅഫർ തങ്ങൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താ കഴിക്കുക? ആ സമയത്ത് ആ കർഷകൻ പറഞ്ഞു, അബീതു അലൽ ജൂ, ഇതേ അവസ്ഥയിൽ ഞാൻ അങ്ങ് കിടക്കും സഹോദരാ. എനിക്ക് പട്ടിണി ഒരു പ്രശ്നമല്ല, എനിക്ക് വിശപ്പ് ഒരു പ്രശ്നമല്ല, എനിക്ക് ദാഹം ഒരു പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് പട്ടിണി മൂല കടന്നു വന്ന നായക്ക് ഭക്ഷണം കൊടുക്കലാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, അബ്ദുല്ലാഹിബ്നു ജഅഫർ തങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ മുതലാളി താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരുമോ? ആ വീട് കാണിച്ചു കൊടുക്കുമ്പോ അബ്ദുല്ലാഹിബ്നു ജഅഫർ തങ്ങൾ നേരെ ചെല്ലുകയാണ് മുതലാളിയുടെ അടുക്കലേക്ക്. എന്നിട്ട് മുതലാളിയോട് ചോദിക്കുന്ന, സഹോദരാ, നിങ്ങളുടെ തോട്ടത്തിലെ കർഷകന് നിങ്ങൾ കൊടുക്കുമോ? ആ കർഷകന് നിങ്ങൾ പറയുന്ന വില തന്നിട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം. അയാൾ ചോദിച്ചു, കാരണം എന്താ? അവിടെ സംഭവിച്ച സംഭവ വികാസങ്ങളെ പറ്റിയിട്ട് അബ്ദുല്ലാഹിബ്നു ജഅഫർ പറഞ്ഞപ്പോ ആ സമയത്ത് ആ മുതലാളി പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇത് നിങ്ങൾ ഒരു ദിവസമല്ലേ കണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ ദിവസം ഇത് കാണുന്നുണ്ട്, എത്രയോ ദിവസം ഞാൻ ഇത് കാണുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ കഥയല്ല, പല ദിവസവും അയാൾക്ക് തിന്നാൻ കൊടുക്കുന്ന റൊട്ടി നായ്ക്കൾക്ക് കൊടുക്കുന്നത് പതിവാണ്. അയാൾ പട്ടിണിയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോ അബ്ദുല്ലാഹിബ്നു ജഅഫർ തങ്ങൾ ചോദിച്ചു, ഞാൻ ആ മനുഷ്യനെ വാങ്ങിക്കോട്ടെ, ആ തോട്ടം നിങ്ങൾ പറയുന്ന മോഹവലതെന്ന് ഞാൻ വാങ്ങിക്കൊള്ളാം, എന്നിട്ട് ആ തോട്ടം ഞാൻ അവനങ്ങ് സംഭാവന കൊടുക്കാൻ പോവുകയാ, അവന് കൃഷി ഇറക്കിയിട്ട് ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, മുതലാളി പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു ദിവസം നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിന് അലിവ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാണുന്ന എൻ്റെ മനസ്സെന്തേ അലിവ് വരാത്തത്? ഉശ്ഹിദുക അന്നഹു ഹുർറുൻ ലിവജ്ഹില്ലാ, ഇതാ നിങ്ങളെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയുന്നു, അയാൾ ഇന്ന് മുതൽ സ്വതന്ത്രനാ. അന്നൽ ബുസ്താന ഹിബത്തും മിന്നീ, ഈ തോട്ടം ഞാൻ ഇതാ അയാൾക്ക് സംഭാവനയായി കൊടുത്തിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഏതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സുമല്ല. ഇതെവിടെയാണുള്ളതെന്നറിയോ?
ഇന്നലകളുടെ നമ്മുടെ പ്രിയപ്പെട്ട ധീര കേസരികൾ, നമ്മുടെ മുന്നോറുകളായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അവരുടെ ജീവിതത്തിന്റെ താരീഖുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണുന്ന കാര്യമാണ്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാ, രാവിലെ പ്രഭാത സൂര്യന് കിഴക്കന് ചക്രവാളത്തിൽ പൊട്ടി വിടരുന്ന സമയത്ത് അന്നം തേടിയിട്ട് വാഹനമെടുത്തിട്ട് പുറത്തു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, നിങ്ങളെ ഞാൻ മാറ്റിവെച്ചിട്ട് ഏത് സമയത്തും 24 അവേഴ്സും വീട്ടിനകത്ത് കഴിയുന്ന 7 ദിവസവും 365 ദിവസവും വീട്ടിനകത്ത് കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിയിലെ പെങ്ങളെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തതിൻ്റെ പേരിൽ കെട്ടിക്കാൻ പ്രായമായ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ വിവാഹ മംഗല്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചിട്ട് കൈനീട്ടിയ എത്ര സഹോദരങ്ങളെയാ. നിങ്ങൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടകടച്ചിട്ട് നിങ്ങൾ ജനാലയടച്ചിട്ട് വീട്ടിലാരുമില്ല ഇവിടെ തരാനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ട നിങ്ങളാണെങ്കിൽ എങ്ങനാണ് പെങ്ങളെ പടച്ചവന്റെ കരുണ കിട്ടുക? എവിടെ നിന്നാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴ വർഷിക്കുക? എവിടെ നിന്നാണ് പടച്ചവന്റെ കാരുണ്യത്തിന്റെ വർഷം ചൊരിയുക? ഒരിക്കലും നമുക്ക് അല്ലാഹുവിന്റെ കരുണ കിട്ടൂല. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവന് അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും മനസ്സ് കാണിച്ചോ പെങ്ങളെ? കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം കുടവുമായിട്ട് ക്യൂ നിന്നിട്ട് കിട്ടുന്ന കുറച്ച് വെള്ളം കൊണ്ട് മാത്രം പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ട് പാകം ചെയ്യുന്ന സഹോദരിമാര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പാകം ചെയ്യാനുള്ള വെള്ളമില്ലാത്തതിന്റെ പേരിൽ ഒരു ചെറിയ മൺകുടവുമായിട്ട് നിങ്ങൾ മോട്ടോർ കൊണ്ട് നിങ്ങളുടെ ടാങ്കിൽ അടിച്ചിട്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു 10-15 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ വരുമ്പോ മോട്ടോർ കേടാണ്, കറണ്ട് ബില്ല് കൂടുതലാണ്, ഇവിടെ കിണറിൽ വെള്ളം കുറവാണ് എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കാറ് വെള്ളം പോലെ നിഷേധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യാതൊരുവിധ അലിവുമില്ലാത്ത, ആർദ്രതയുമില്ലാത്ത, കനിവില്ലാത്ത, ദയയില്ലാത്ത, സ്നേഹമില്ലാത്ത, അനുകമ്പയില്ലാത്ത, സഹാനുഭൂതിയില്ലാത്ത മനുഷ്യത്വം മരവിച്ചു പോയവർക്ക് എങ്ങനെയാണ് പടച്ചതമ്പുരാന്റെ കരുണ വർഷിക്കുക? അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ എന്ന് 10 ദിവസക്കാലം ചോദിച്ചെങ്കിൽ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 എങ്ങനെയാണ് പടച്ചവന്റെ കാരുണ്യം അല്ലാഹു നമുക്ക് തരിക? ലാ യർഹമില്ലാഹു മല്ലാ യർഹമിന്നാ. മുസൽമാനോട് കരുണയില്ലാത്തവനെന്നല്ല, പച്ചക്കരളുള്ള ജീവജാലങ്ങളോട്, മനുഷ്യരാശിയോട് മുഴുവൻ, അചേതന സചേതന വസ്തുക്കളോടല്ല, കാരുണ്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദൈവം തമ്പുരാന്റെ കരുണ നമുക്ക് ലഭ്യമല്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 ദിവസത്തിന്റെ രാത്രിയും പകലും അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടവരല്ലേ നമ്മൾ? ഒരു ആത്മപരിശോധനയുടെ ദിവസം. ഇനിയും നമുക്ക് നഷ്ടമായിട്ടില്ല ദിവസങ്ങൾ. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം ഒരു നല്ല വാക്കുകൊണ്ട്. ഡയോജനിസ് ദാർശനികനാണ്. അയാൾ ഒരു ദിവസം നഗരമധ്യത്തിലൂടെ, തിരക്കു പിടിച്ച നഗരമധ്യത്തിലൂടെ നടന്നു വരുമ്പോ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാപാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു വലിയ പാലത്തിന്റെ മുകളിൽ. അയാൾ തന്റെ ഭിക്ഷാപാത്രം നീട്ടി അതിൽ എന്തെങ്കിലും തരണമെന്ന് അഭിലഷിക്കുമ്പോ, ആഗ്രഹിക്കുമ്പോ ഡയോജനിസ് തന്റെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ലല്ലോ സഹോദര. അടിവാരത്തുകൂടി ഒഴുകുന്ന നദിയിലേക്ക് തന്റെ ഭിക്ഷാപാത്രം വലിച്ചെറിഞ്ഞ് ആ യാചകൻ മഹാനായ ഡയോജനിസ് എന്ന ദാർശനികന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു എന്നാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് ഒരു പുരുഷായുസ് ജീവിക്കാനുള്ള സ്വത്ത് കിട്ടിക്കഴിഞ്ഞു. ഡയോജനിസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അല്ല, നിങ്ങൾ എന്നെ വിളിച്ചത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല സഹോദര എന്നല്ലേ. ആ വിളി, സഹോദര എന്ന് നിങ്ങൾ എന്നെ ചേർത്തു വിളിച്ച വിളി, അതെനിക്ക് കിട്ടിയ വലിയ ഒരു സമ്മാനമാണ്. എനിക്കത് മതി ജീവിക്കാൻ. കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ സഹോദരിമാരെ, ആരെങ്കിലുമൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടുമ്പോൾ ഒന്നും കൊടുക്കാനില്ല, അവരെ വിളിച്ച് എൻ്റെ കയ്യിൽ തരാൻ പറ്റിയതൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം, നിങ്ങളും ദുആരക്ക്, അള്ളാഹു എനിക്ക് തൗഫീക്ക് തന്നാൽ എന്തെങ്കിലും ഞാൻ സഹായിച്ചോളാം. എത്ര നല്ല വാക്കാണ്.
അല്ലാതെ ആരെങ്കിലും ഒന്ന് ബെല്ലടിക്കുമ്പോൾ ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഇറക്കി വിടുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നെയും നിങ്ങളെയും മാട്ടിപ്പുറത്താക്കും, യാതൊരു സംശയവും ഇല്ല. പള്ളികളിൽ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ പ്രിയപ്പെട്ടവർ നിവർത്തികേട് കൊണ്ടല്ലേ വരുന്നത്. ഇടയ്ക്ക് ചില കള്ളത്തരങ്ങളൊക്കെ വരും, അത് വേറെ. ഇടയ്ക്ക് ചില കള്ളത്തരങ്ങളൊക്കെ വരും. ഞാൻ പണ്ട് ജോലി നോക്കിയൊരു സ്ഥലത്ത്, അവിടെ ഒരു വെള്ളിയാഴ്ച ഒരു അന്ധനായൊരു സഹോദരൻ വന്നു. കണ്ടപ്പോഴേ എനിക്ക് സങ്കടം തോന്നി. ഞാൻ കമ്മിറ്റിക്കാരടുത്ത് പറഞ്ഞു, അന്ധൻ്റെ കൈപിടിച്ച് നടത്തിയ വലിയ കൂലിയാണ്. അങ്ങനെ പിന്നെ മൂത്രമൊഴിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒതു കൊടുക്കാനും പള്ളിയിൽ കൊണ്ടുവരാനൊക്കെ കമ്മിറ്റിക്കാരാണ് കൊണ്ട് നടന്നത്. ഞാൻ ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോയി. വൈകുന്നേരം എന്നെ സെക്രട്ടറി വിളിച്ചിട്ട് ചോദിച്ചു, ഈ വന്ന അന്ധനായ സഹോദരൻ ഉസ്താദിനെ അറിയോ? ഞാൻ പറഞ്ഞു അറിയില്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, രാത്രി സെക്കൻഡ് ഷോയ്ക്ക് തിയേറ്ററിലിരിക്കുകയാണ് ഇയാള്. കണ്ടുവിടാത്ത അന്ധൻ രാത്രി അവിടെ നിന്ന് കിട്ടിയ പൈസയായിട്ട് പോയത് തിയേറ്ററിലാണ്. ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാചാലമായി അങ്ങോട്ട് പറഞ്ഞ് പൈസ പിരിക്കാൻ കഴിവുള്ളവരൊക്കെ ചിലപ്പോൾ ഉടായിപ്പുകളായിരിക്കും. ആവശ്യക്കാരൻ്റെ ഒന്നും മിണ്ടാൻ പോലും അറിയില്ല. പണ്ടേതോ പള്ളിയിലല്ലേ ഒരു മൂലയ്ക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് മരത്തിൽ നിന്ന് വീണതാണേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഒരാൾ. ഇപ്പുറത്തിരുന്ന് മുതലാളി പറഞ്ഞു, നോക്കി കയറണ്ടായിരുന്നോ എങ്കിൽ വീഴൂലായിരുന്നെന്ന്. ഇതാണ് നമ്മുടെ മനസ്ഥിതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചോന്റെ കരുണ തേടിയാൽ അള്ള തരൂല, കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഒരു നല്ല വാക്ക്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, തരാനൊന്നുമില്ല, ആ ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് എത്ര രൂപ കൊടുക്കണം? വേണ്ടല്ലോ. നല്ല വാക്ക് പറയാൻ അതെങ്കിലും നമ്മൾ ചെയ്യണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ വിഷയം അതല്ല, കാരണം അത് കഴിഞ്ഞു പോയതാണ്. അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ 10 നമ്മൾ നിലകൊള്ളുന്ന 10 പാപമോചനത്തിൻ്റെ 10ആണ്. ഞാനൊരു അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കും. ഉറങ്ങുന്നവരെ ഞാൻ ഉണർത്തിക്കോളാം, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10 നമ്മളുള്ളത്, പാപമോചനത്തിന്റെ 10. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പാപമില്ലാത്തവരുടെ 10 എന്നല്ല പറഞ്ഞത്. പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും പാപം ചെയ്യുമെന്നല്ലേ എൻ്റെ അർത്ഥം. പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും പാപികളാണ്, മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ്. ആ പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ ഒരു മോചനം കൊടുക്കുന്ന 10 എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മളെല്ലാവരും പാപ സുരക്ഷിതരാണ്, ഒരു പാപവും ചെയ്യാത്തവരാണ് എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മനുഷ്യരൊക്കെ പാപികളാണ്. അവിടെ നിന്ന് പറഞ്ഞല്ലോ, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാ പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. എല്ലാ മനുഷ്യരെ പറ്റിയുമാണ് പറഞ്ഞത്. അതിൽ ചില ആളുകളെ ഒഴിവാക്കിയിട്ടില്ല. അംബിയ, മുർസലീങ്ങളെ, മഅ്സൂമീങ്ങളായ പ്രവാചകന്മാര്, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാത്ത, ഒരു നിലയിലും തെറ്റ് ചെയ്യാത്ത, കറാകത്ത് പോലും ചെയ്യാത്തവരുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ മൊത്തത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പ്രതിപാദിച്ചത്, അവരെ പരിചയപ്പെടുത്തുന്നത് കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. എങ്ങനെ തെറ്റ് ചെയ്യുന്നവരാണ്? വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാ. പാപം ചെയ്യാത്തവരുണ്ടോ സഹോദരങ്ങളെ? ആരാ പാപം ചെയ്യാത്തവര്? നമ്മൾ കേട്ടിട്ടുണ്ട്, പല മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദിന്റെ സ്മരണിക ഒരു ദിവസം ഞാൻ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനകത്തൊരു ലേഖനമുണ്ടായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്നത്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലത്രേ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ മണ്ണാണ് കരുനാഗപ്പള്ളിയുടെ മണ്ണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവര് വിരളമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് സഹാബത്തിന്റെ കാലഘട്ടത്തിലല്ല, അത് താബീങ്ങളുടെ കാലഘട്ടത്തിലല്ല, അത് തബഅ താബീങ്ങളുടെ കാലഘട്ടത്തിലല്ല. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അതേ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ജീവിച്ചിരുന്ന മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ആ മഹാനായ പണ്ഡിതനുണ്ടല്ലോ, തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ എത്തപ്പെടുകയോ ലോകത്ത് വലിയ സംഭാവനകൾ സമ്മാനിക്കുകയും ചെയ്ത തഴവ ഉസ്താദ് ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ് എന്ന് ഓരോരുത്തരും വിളിച്ചു പറയുമ്പോ, സഹോദരങ്ങളെ, എണ്ണിയാൽ വിരലിലെണ്ണാൻ പറ്റുന്ന നിലയിൽ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആരംഭപ്പൂവായ ഹബീബിന്റെ വാക്കെന്താണ്? കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരാ. ആരാണ് പാപം ചെയ്യാത്തവർ? അല്ല, എല്ലാവരും പാപം ചെയ്യും
പറയുന്നവര് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അതാ പശ്ചാത്താപത്തിന്റെ മനസ്സുണ്ടല്ലോ, പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ, കുറ്റബോധത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സ് നമ്മൾ പ്രത്യേകമായി റമളാൻ മാസത്തില്, അതിലും പ്രത്യേകമായി രണ്ടാമത്തെ പത്തില് അള്ളാന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയമാ. അതാണ് പാപമോചനമെന്ന് പറയുന്നത്. ഞാൻ തെറ്റുകാരനാണ്, പക്ഷേ എൻ്റെ മനസാക്ഷിക്കൊത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപമോചനത്തിന്റെ ഒരു ഭാഗമുണ്ട്. പണ്ട് ഒരു ശില, ആ ശിലയെ ഒരു ശില്പി ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ വഴിയരികിലൊക്കെ വലിയ പാറ, ആ പാറയിൽ കൊത്തിക്കിട്ട് ദൈവത്തെ ഉണ്ടാക്കാറുണ്ട്. ശിലയാണത്. ആ ശിലയെ ശില്പി ശില്പമുണ്ടാക്കാറുണ്ട്. അങ്ങനെ ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശില്പിയുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു കൗതുകത്തോട്, നിങ്ങൾ എത്ര പാടുപെട്ടിട്ടാ ദൈവത്തെ ഉണ്ടാക്കുന്നത്? ദൈവത്തിന്റെ കണ്ണ്, ദൈവത്തിന്റെ മൂക്ക്, ദൈവത്തിന്റെ വാ, ദൈവത്തിന്റെ കൈകാലുകൾ എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ? ആ സമയത്ത് ശില്പിയുടെ മറുപടി എന്താണെന്നറിയോ? ആ മറുപടി മാത്രം മതി. നമ്മളൊക്കെ പാപികളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എവിടെയോ പാപമോചനത്തിന്റെ, പശ്ചാത്താപത്തിന്റെ കുറ്റബോധ മനസ്സുണ്ട് എന്ന് ബോധ്യപ്പെടാൻ. ശില്പി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ദൈവത്തെ ഉണ്ടാക്കുകയാണ്. ശില, വലിയ പാറ, അതിനെ പൊട്ടിച്ചിട്ട് ഞാൻ ഇതിനെ ശില്പമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ എത്ര കഷ്ടപ്പെട്ട് പണിപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിൽ പണിപ്പെടാനൊന്നുമില്ല. ശില്പി പറയാണ്, ഈ പാറയുടെ ഉള്ളിൽ ഒരു ശില്പമുണ്ട്. ഈ പാറയുടെ ഉള്ളിൽ ഒരു രൂപമുണ്ട്, ദൈവത്തിൻ്റെ ഒരു രൂപമുണ്ട്. ആവശ്യമില്ലാതെ അതിൻ്റെ മീതെയുള്ള കല്ലുകളെ ഞാൻ കൊത്തിക്കളയാൻ, അതിൻ്റെ മീതിരിക്കുന്ന ആവശ്യമില്ലാത്ത കല്ലുകളെ, ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങളെ ഞാൻ ഉളിയും ചുറ്റിക കൊണ്ടും തട്ടി കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ കല്ലിൻ്റെ അകത്തൊരു രൂപമുണ്ട് എന്ന് ശില്പി പറയുകയാണ്. നമ്മളൊക്കെ പാപികളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു മനസ്സ്, കുറ്റബോധത്തിൻ്റെ മനസ്സുണ്ട്. ആ മനസ്സ് ഉപയോഗപ്പെടുത്താൻ റമളാൻ മാസം പൊതുവെയും പ്രത്യേകിച്ച് രണ്ടാമത്തെ പത്തും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് പാപമോചനത്തിന്റെ പത്തെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളെന്നതിൻ്റെ അർത്ഥം. ആ പാപങ്ങളെ കഴുകിക്കളയാൻ, ആ പാപങ്ങളെ കഴുകിക്കളയാൻ പടച്ചതമ്പുരാൻ നമുക്ക് തന്ന മാസമല്ലയോ അള്ളാന്റെ വിശുദ്ധ റമളാൻ. വൗസതുഹു മഗ്ഫിറ. രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്താണ്. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ ഒരു ആയത്ത്, ആ ഒരൊറ്റ ആയത്ത് മതി എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാപമോചനത്തിന്റെ കണക്ക് പറയാൻ അല്ല പറഞ്ഞത് എന്താണ്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷാ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. അല്ലാഹ് പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷാ. ആരെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൽ, ആരെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൽ, ഔ ളലമൂ അൻഫുസഹും, ആരെങ്കിലും സ്വന്തത്തോട് അക്രമം ചെയ്തു പോയാൽ, ആരെങ്കിലും ഒരു പുണ്യപ്രവൃത്തി അല്ലാത്ത എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്തു പോയാൽ, അല്ല പറയുകയാണ് അടുത്ത നിമിഷം പടച്ചവനെ ഓർക്കേണ്ടതാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ആ തെറ്റിൽ അവനോ അടിയുറച്ചു നിൽക്കാതെ ആ തെറ്റവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയപ്പോ ഉടനെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, എന്റെ പടച്ചതമ്പുരാ, എന്റെ അള്ളാഹുവിനോടാണല്ലോ ഞാൻ ധിക്കാരം കാണിച്ചത്, എന്റെ റബ്ബിനോടാണല്ലോ ഞാൻ ഈ പാപം ചെയ്തത്. അള്ളാഹനെ ഓർക്കുമ്പോൾ അവര് ചെയ്ത പാപങ്ങളുടെ പേരിൽ പാപമോചനം തേടുകയാ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. അല്ലാഹ് അല്ലാതെ പൊറുക്കാൻ ആരും തന്നെ ഇല്ല. എന്നിട്ടോ വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂ, അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ അവന് അടിയുറച്ച് നിൽക്കുന്നതുമില്ല. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അല്ലാഹ് പറയുകയാണ്, ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനൊരു തിന്മ ചെയ്തപ്പോൾ അവന് കള്ളു കുടിച്ചു, പലിശ വാങ്ങി വ്യഭിചരിച്ചു, അതല്ലെങ്കിൽ അവന് ഏതെങ്കിലും നിലയിൽ നിസ്കാരം ഉപേക്ഷിച്ചു, ഫറളായ
അള്ളാഹു നിർബന്ധമാക്കിയ അമലുകൾ ഉപേക്ഷിച്ചു, ആ നിലയിൽ അവൻ തെറ്റുകാരനായി മാറുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ആ തെറ്റവനെ ചെയ്ത ഉടനെ അവൻ അള്ളാഹുവിനെ ഓർക്കുകയാണ്. ആ നിമിഷം അവന് പടച്ചവനെ ഓർക്കുകയാ. അള്ളാനെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് അവന് എന്താ ചെയ്തത്? അവന് ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാപമോചനം തേടുകയാ. അള്ളാഹുവിനോട് കരങ്ങൾ നീട്ടിയിട്ട് പശ്ചാത്തപിച്ചു മടങ്ങുകയാ. അവന് പാപമോചനം തേടുമ്പോ അല്ല പറയുന്നു, വലം യുസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവൻ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളിൽ അവന് അടിയുറച്ചു നിൽക്കാതെ ഏത് പാപമാണെങ്കിലും അവൻ അതിൽ നിന്ന് പിന്മാറിയിട്ട് അല്ലാഹുവേ നീ അല്ലാതെ എനിക്ക് പുറത്തു തരാ വേറെ ആരുമില്ല എന്ന ചിന്തയോടെ പടച്ചവന്റെ മുന്നിൽ പശ്ചാത്താപ മനസ്സോടെ അവന്റെ മനസാക്ഷി കൊത്ത് പടച്ചവന്റെ മുന്നിൽ മലർക്കയങ്ങ് തുറന്നു കൊടുത്ത അള്ളാന്റെ ഖുർആൻ അവന് കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? സഹോദരങ്ങളെ, നിങ്ങൾ ഈ ആയത്തിലൂടെ എന്റെ പിന്നാലെ വരണേ. അള്ളാഹു പറഞ്ഞത് പാപം ചെയ്യാത്തവരെ പറ്റിയല്ല. അള്ളാഹു പറഞ്ഞത് ജീവിതത്തിൽ ഒരു പാപം ചെയ്യാത്തവനെന്ന് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. അല്ല പറയുന്നത് പാപം ചെയ്തു പോയി, അവന് തിന്മകൾ ചെയ്തു പോയി, പക്ഷേ അള്ളാനെ ഓർത്തപ്പോഴോ ആ ഓർമ്മയിൽ അവന് പശ്ചാത്താപ മനസ്സവനുണ്ടായി, അവന് കുറ്റബോധമുണ്ടായി, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പാപമോചനം തേടുമ്പോ അവന് ചെയ്തുകൊണ്ടിരുന്ന ആ തെറ്റങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അല്ല പറയുന്ന ഉലൈക ജസാഉഹും മഗ്ഫിറ. അവൻ അല്ല കൊടുക്കുന്ന ജസാ എന്തെന്നറിയോ? അല്ല കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? മഗ്ഫിറ, പാപമോചനമാണ്. അവന് ചെയ്ത പാപങ്ങളെല്ലാം അല്ല പൊറുക്കുന്നതാ. ആരെ പറ്റിയാ സഹോദരങ്ങളെ പറയുന്നത്? ഗൗസുൽ അഅ്ലമിനെ പറ്റിയല്ല, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറ്റിയല്ല, ഖാജാ മുഈനുദ്ദീൻ അൽ ജിശ്തി തങ്ങളെ പറ്റിയല്ല, മഹാനായ അഹ്മദുൽ ബദവി തങ്ങളെ പറ്റിയല്ല, അതുപോലെ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ പറ്റിയല്ല, മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്ന കരുണാകപ്പള്ളിയിലെ പ്രിയപ്പെട്ട ശൈഖിനെ പറ്റിയല്ല പറഞ്ഞത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഏത് സമയത്തെ തെറ്റ് ചെയ്യുന്ന, അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, കള്ളിന്റെ പെണ്ണിന്റെ പിന്നാലെ പോകുന്ന, പലിശയുടെ പിന്നാലെ പോകുന്ന, നിരന്തര തെറ്റുകൾ ചെയ്ത് പാപത്തിന്റെ കറകൾ പുരണ്ട കരങ്ങളും ഹൃദയവുമായിട്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, ഒരു നിമിഷം നിനക്ക് പടച്ചവനെ ഓർമ്മ വന്നപ്പോ പശ്ചാത്താപ മനസ്സോടെ ഇത് കരങ്ങൾ ആകാശത്തിലേക്ക് നീട്ടിയിട്ട് അള്ളാഹിനോട് പുറത്തു തരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞ അള്ളാഹു നമുക്ക് തരുന്നത് ജസാഉഹും മഗ്ഫിറ, പാപമോചനമാണ് അള്ളാഹു തരുന്നത്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കുകയാ. എന്നിട്ടോ വജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്ത് അരുവി ഒഴുകുന്ന ആരാമങ്ങൾ, അടിഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളല്ല തരുന്നതാ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവന് എന്നെന്നും ശേഷിക്കുന്നതാണ്. ഒരു സെക്കൻഡ് പോലെ തിരിച്ചാ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരില്ല. ആ നിലയിൽ പടച്ച തമ്പുരാനൊരു മനുഷ്യനെ അല്ലാഹു തആല സംഭാവനകൾ സമ്മാനം കൊടുക്കുകയാ. ഇതാർക്കാ കൊടുക്കുന്നത്? ജീവിതത്തിൽ പാപമില്ലാത്തവനല്ല. ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വത്തോടെ ഇളം കാലിന്റെ ചുവപ്പ് വിട്ടുമാറാത്ത, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറാത്ത, ഗർഭാശയത്തിന്റെ മനവ് വിട്ടുമാറാത്ത ഒരു കുഞ്ഞിനെ പറ്റിയിട്ടല്ല സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത്. അവനെ പറ്റിയല്ല പടച്ചവൻ മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്. നൈരന്തര്യം ദൈനംദിന തെറ്റ് ചെയ്യുന്ന മുസ്ലിമേ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞു. ആ പാപമോചന തേടാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട 10 ദിവസങ്ങളിൽ 4 രാത്രികളാണ് കഴിഞ്ഞു പോയത്, 3 രാത്രികളാണ് കഴിഞ്ഞു പോയത്. മൂന്നാമത്തെ പകലിന്റെ പകുതിയോളം നമ്മൾ എത്തിച്ചേരുമ്പോ ഇന്ന് പടിഞ്ഞാറ് ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് മൂന്നാമത്തെ പകലും അങ്ങ് അവസാനിച്ചു, 4ാമത്തെ രാവിലേക്ക് പ്രവേശിച്ചു. ഇനി എത്ര ദിവസമാണുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പാപത്തിന്റെ കറകൾ മുഴുവനെ കഴുകിക്കളയാ. ഒരു ശില്പി തന്റെ ശില്പത്തിന്റെ ശിലയുടെ ഉള്ളിൽ ശില്പമുണ്ടെന്ന് ശില്പി പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളറകളിൽ
കുറ്റബോധത്തിന്റെ പശ്ചാത്താപത്തിന്റെ പാപമോചനത്തിന്റെ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അത് പടച്ചവന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പാപമോചനമെന്ന് പടച്ചതമ്പുരാൻ ഈ രണ്ടാമത്തെ പത്തിനെ വിവരിക്കുമ്പോ മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരെ കരുനാഗപ്പള്ളി മഹലിലുണ്ടോ? ഇമാമുണ്ടോ? പ്രസിഡന്റ് ഉണ്ടോ? സെക്രട്ടറി ഉണ്ടോ? പ്രഭാഷകനുണ്ടോ? പ്രബോധകരുണ്ടോ? ഇല്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. കാരണം അല്ലാഹുവിന്റെ ഹബീബാ പറഞ്ഞത്, ഒരു വാക്ക് പോലെ തമാശയ്ക്ക് അവിടെ നിന്ന് വരാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറയുന്നു, എല്ലാ ആളുകളും പാപം ചെയ്യുന്നവരാണ്. ആ പാപം ചെയ്യുന്ന മനുഷ്യരില് അല്ലാഹു തആല പശ്ചാത്തപിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി. അവരായി നമ്മൾ മാറണമെന്നായി പറയുന്നത്. ആ പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നൊരു അവസരമാണ് ഈ പരിശുദ്ധമായ റമളാൻ മാസം, പ്രത്യേകിച്ച് രണ്ടാമത്തെ 10. നമ്മളതിനുള്ള ശ്രമം നടത്തണം. നിങ്ങൾ നോക്കിയ റബ്ബ് തന്ന കാരുണ്യം എത്രയാണ്. ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഭൂമി വിണ്ട് കീറി അതിനകത്തേക്ക് വീണ് ഇന്നും ഈ പ്രസംഗിക്കുന്ന 2024 മാർച്ച് മാസം ഈ ദിവസത്തിൻ്റെ പട്ടാപ്പകല് ഞാനും നിങ്ങളും ഈ കരുനാഗപ്പള്ളി പള്ളിയുടെ മുറ്റത്തൊരുമിച്ച് കൂടുമ്പോഴും ഭൂമിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഖാറൂൻ അടക്കമുള്ള ആളുകളെ അല്ലാഹു തആല ഭൂമി വിണ്ട് കീറിയിട്ട് അതിനകത്തേക്കാക്കി അല്ലാഹു തആല നശിപ്പിച്ചില്ലേ? എത്രയോ സമുദായത്തെ അല്ലാഹു തആല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. എല്ലാ പള്ളികളും AC ആയി. നമ്മുടെ പള്ളി AC അല്ലേ? ചെറിയ പള്ളികളിൽ എല്ലാം ആയി അല്ലേ? എല്ലാ പള്ളികളും AC ആണ്. പണ്ടൊരു AC പള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആറാട്ടുപുഴ ഒരു AC പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ആ പള്ളിയിൽ മാത്രമേ AC ഇല്ല, ബാക്കി എല്ലാ പള്ളിയിലും AC ആയി. ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ AC ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവിടെ മാത്രം AC ഇല്ല, ബാക്കിയെല്ലായിടത്ത് AC ആയി. ഇവിടെ പിന്നെ വലിയ പള്ളിയാണ്, എത്ര AC വെച്ചാലാ തികയ്യ? റമളാൻ കഴിഞ്ഞ് വെക്കുമല്ലേ? അൽഹംദുലില്ലാ. അല്ലാതെ പറ്റില്ല. ആളുകൾക്ക് അവർ പറയുന്ന ഇതാണ്, തറാവീഹിനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാവരുടെയും നിസ്കാരം ബാത്തിലാണ്, എല്ലാവരുടെയും നിസ്കാരം ബാത്തിലാണ്. ഈ ഫാനിന്റെ കാറ്റും പോരാ, AC-യുടെ കുളിരും പോരാ, നിന്ന് ഊതിയിറക്കാൻ നെഞ്ചിലോട് അല്ലേ? അപ്പോഴേ നിസ്കാരം ബാത്തിലാവുകയാണ്. നമ്മൾ കാലോചിതമായിട്ട് ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവുമില്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികൾ അങ്ങനെ ആകണം, നല്ല പള്ളികൾ, ഇത്ര മനോഹരമായ പള്ളികൾ. കേരളത്തിൽ ചില പള്ളികളിൽ ചെന്നാൽ സുജൂദ് ചെയ്യാൻ തോന്നൂല. ചില പള്ളികളിൽ കയറിയാൽ, ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ, നമ്മുടെ സാധാരണ ഇത് പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ജുമയ്ക്ക് മാത്രമൊക്കെ ഇടുക, എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല. അപ്പം ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂദ് ചെയ്യാൻ തീരെ തോന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂദ് ചെയ്യാൻ പറ്റും. ചില പള്ളികളുടെ കോലമാണ്. അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്കും സമയമില്ല. പള്ളികൾ കയറാൻ ആളുകൾ ആഗ്രഹിക്കണം. പള്ളിക്കകത്ത് കയറിയാൽ പുറത്തിറങ്ങാൻ തോന്നരുത്. AC-യോ ഫാനോ ബഹൂറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം. ആളുകൾക്ക് കയറിയ പിന്നെ ഇറങ്ങാൻ തോന്നരുത്. ഇത് സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ മതി, ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കാൻ ആളുകൾ. അത്ര ചൂടാണ്, അത്ര കഠിനമായ ചൂടാണ്. പക്ഷേ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ പറയുന്ന നിങ്ങളെ ശ്രദ്ധിക്കണം. തീക്കാറ്റടിച്ചിട്ടാണ് അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞത്. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു കോലം മറിച്ച് കുരങ്ങന്മാരാക്കി മാറ്റി. കൂനു ഖിറദത്തൻ ഖാസിഈൻ. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ. ഭൂമി വിണ്ടുകീറി തീക്കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു. അല്ലാഹു തആല കുരങ്ങന്മാരാക്കി കോലം മറിച്ചു. ചില ആളുകളെ അല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? പ്രളയത്തിൽ മുക്കിക്കൊന്നു.
ഈ നിലയിൽ അല്ലാഹു തആല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു. ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച കോലമാണ്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഖുർആനാണല്ലോ ഈ പറഞ്ഞത് ഇത്രയും? തീക്കാറ്റ്, കൊടുങ്കാറ്റ്, ഭൂമി വിണ്ടുകീറൽ, പ്രളയം കൊടുത്തത്, അതുപോലെ തന്നെ കോലം മറിച്ചത്, ഇതെല്ലാം മുൻഗാമികളെ അള്ളാഹു നശിപ്പിച്ച ഓരോ രീതികളാണ്. അവരിൽ ഓരോ തെറ്റുകൾ നിഴലിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, സ്വവർഗരതികളാവുക, അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട കരുനാഗപ്പള്ളിക്കാരെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ? മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിന്റെ പേരിലാണ്. എന്നാൽ ആ തെറ്റുകൾ മുഴുവനും ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ്. പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും അല്ലാഹു തആല തീക്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കൊടുങ്കാറ്റടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ? ഈ കരുനാഗപ്പള്ളിയിലല്ലേ സുനാമി വന്നത്? പ്രിയപ്പെട്ടവരെ, അതല്ല ടെസ്റ്റ് ഡോസാണ്. അള്ളാന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഖുർആൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹു തആല ബനൂ ഇസ്രായേലിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? ഇന്ന് പരീക്ഷണ തലയിലെ പേനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും പേനാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിനകത്ത് നിറച്ച് പേനാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താലും പേനാണ്. അതുപോലെ ശരീരത്തിന് വസ്ത്രത്തിന് മുഴുവനും പേനാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നാണക്കേടാണ്. ശരീരത്തെ ഏത് വസ്ത്രം ധരിച്ചാലും പേനാണ്. പൊഴുത്തു പേൻ കിടക്കുകയാ. ആ നിലയിൽ അല്ലാഹു പരീക്ഷണം കൊടുത്തപ്പോൾ ദുആ ചെയ്തു പരീക്ഷണം മാറ്റിക്കൊടുത്തു. ധിക്കാരം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത്? കുടിക്കുന്ന വെള്ളത്തിൽ തവള, കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള, അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള, കിടക്കാൻ പറ്റില്ല തവള. ആ നിലയിൽ അല്ലാഹു തആല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു. അവര് നന്നാകാമെന്ന് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു. പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റിക്കൊടുത്തപ്പോൾ അവരെ ധിക്കാരികളായി വീണ്ടും മാറി. അല്ലാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ? കുടിക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് വെള്ളമെടുത്താ നിറയെ രക്തമാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താ പച്ച രക്തമാണ്. അവരുടെ ശരീരത്തിലാകമാന രക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ അതിനകത്ത് രക്തമില്ല. അങ്ങനെയാണ് ദുർമാർഗിയായൊരു പെണ്ണ് സന്മാർഗിയായൊരു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ രക്തമാണ്, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ? നീ കുടിക്കുമ്പോൾ അത് രക്തമാകുന്നില്ലല്ലോ. ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടു. എന്നിട്ട് ആ പെണ്ണിന്റെ ചുണ്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് ചെയ്തു. അല്ലാ അല്ലാ, സന്മാർഗിയായ പെണ്ണിന്റെ വായിലിരിക്കുന്ന വെള്ളം ശുദ്ധവെള്ളമാണ്. പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല മാറ്റിക്കൊടുത്തു. ഇത് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നൂറ് രംഗങ്ങൾ അല്ലാഹു കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും അല്ലാഹു പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ്. ചില ആളുകൾ അളവിലും തൂക്കത്തിൽ കുറവ് വരുത്തിയവരാ, ചില ആളുകൾ സ്വവർഗരതിയിൽ ആണ്ടുപോയവരാ, ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ, ചിലര് പാവങ്ങളെ സഹായിക്കാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാതെ അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാതെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ ഒരു കോർവയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എന്നാ ചോദിക്കട്ടെ മുസ്ലിം ഉമ്മത്തെ, ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിലില്ലേ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുന്നില്ലേ? പാവപ്പെട്ടവരെ പുച്ഛിക്കുന്നവരുന്നില്ലേ? പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരുന്നില്ലേ? അള്ളാഹിന് വേണ്ടി സുജൂദ് ചെയ്യാത്തവരുന്നില്ലേ? കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും പിന്നാലെ പരക്കം പായുന്നവരില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയാ, പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല, അല്ലാഹു കോലം മറിച്ചില്ല. കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കഥയെടുത്ത് നോക്ക്. എവിടെയെങ്കിലും അല്ലാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യരെ അല്ലാഹു പാമ്പാക്കിയിട്ടുണ്ടോ? എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഇതൊന്നും അല്ലാഹു നമ്മളെ ശിക്ഷിക്കാതെ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഇത്ര
പറയും നാളെ കാപ്പരക്ഷിച്ച പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവന്റെ മുമ്പിൽ പാപമോചനത്തിന്റെ കരങ്ങൾ നീട്ടിയാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കറകൾ കഴുകാൻ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, എനിക്ക് നീ പൊറുക്കലിനെ തരണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ ഞാൻ ഹതഭാഗ്യനാ, നീ പൊറുത്തില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ, അതുകൊണ്ട് പൊറുത്തു തരണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് തേടേണ്ട 10 ദിവസങ്ങളാ നമ്മുടെ മുമ്പിലുള്ളത്. ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ. നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുകയാണ്. അല്ല, പാപികൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തിഗ്ഫാർ. അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. അതൊരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, തസ്ബീഹ് പോലെ, തഹ്മീദ് പോലെ, തംജീദ് പോലെ, തക്ബീർ പോലെ, തഹ്ലീൽ പോലെ ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത്. അതിന്റെ തെളിവെന്താണെന്നറിയോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? മഅസൂമീങ്ങളല്ലേ? ഏതെങ്കിലും പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപത്തിൻ്റെ എന്തെങ്കിലും ഒരു ചാപല്യം തൻ്റെ ജീവിതത്തിൻ്റെ 7 അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ റസൂലല്ലേ അർശും കുർസും ലൗഹും കലമും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബാണ് സർവ്വലോകവും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതര്. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. നബി എന്ത് തെറ്റ് ചെയ്തിട്ടാ നബി? നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ? എന്നിട്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയത് എന്തുകൊണ്ടാണ്? സമുദായത്തെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ പൊന്നനുചരന്മാരെ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല, അതൊരു ഇബാദത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. 100 ഇസ്തിഗ്ഫാർ. നമ്മളോ റമളാൻ മാസത്തിൽ മാത്രം, അതും 2ാമത്തെ 10 മാത്രം, അതും 15 പ്രാവശ്യം. 3 15, 5 വഖത്ത് നിസ്കാരത്തിൽ 3 വട്ടം വീതം, തറാവീഹിന് 3, വിത്തറിന് ചില പള്ളികളിലുണ്ട് 3, അങ്ങനെ 15 6 21 പ്രാവശ്യം ദിവസം നമ്മൾ റമളാന്റെ 2ാമത്തെ 10 മാത്രം ചെയ്യുന്ന സംഗതി ദിവസം റമളാൻ അല്ലാത്തപ്പോഴും എൻ്റെയും നിങ്ങളുടെയും നേതാവ് 100 വട്ടം ചൊല്ലുമായിരുന്നു ഇസ്തിഗ്ഫാർ. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അത് ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരു വെർഷനാണ്, മറ്റൊരു ഭാഷയാണ്. എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. നമ്മുടെ നായകൻ ഒരു തെറ്റും ചെയ്തില്ല. നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത്? ഈ റമളാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എഴുന്നേക്കാൻ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മാത്രം ഉണ്ടാവും. അത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഞാൻ അങ്ങ് ഇരിക്കേണ്ടി വരും. കാരണം ബാക്കിയെല്ലാവരും ഇരിക്കുകയാണല്ലോ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാപികൾക്ക് മാത്രമുള്ളൊരു മരുന്നാണെന്ന് ആരും ചിന്തിച്ചു പോണ്ട. ഇൻഷാ അല്ലാ ഈ പാപമോചനത്തിൻ്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ തൽക്കാലം ഞാൻ ആഖിറത്തിൻ്റെ കാര്യം അങ്ങ് നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. ഈ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാമെങ്കിൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ വരും, ധാരാളം ആളുകൾ വരും.
ദുനിയാവിൽ എന്ത് നേട്ടം നമുക്കുള്ളത്? ഇൻഷാ അല്ലാ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്ത് നേട്ടം ഉള്ളത് അത് ഇൻഷാ അല്ലാ നമുക്കൊന്ന് വിശദീകരിക്കാം. വളരെ കുറഞ്ഞ സമയം ഇനി ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ പാപമോചനം കൊണ്ട് കിട്ടുക? അതുകൊണ്ട് ചോദിച്ചോളി അള്ളാഹുവിനോട്. ഒന്ന്, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ്. നിറഞ്ഞ സദസ്സാണ്. ഹസൻ ബസരി തങ്ങൾ പ്രസംഗിക്കുകയാണ്. ഒരാൾ എഴുന്നേറ്റൊരു ശിഷ്യനെ എഴുന്നേറ്റ് ചോദിക്കുന്നു, തങ്ങളെ, എനിക്ക് സന്താനങ്ങളില്ല, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? മക്കളില്ല. സദസ്സിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, തങ്ങളെ, എനിക്കും മക്കളില്ല, ഞാൻ എന്താ വേണ്ടത്? അല്ലാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല. ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു മകനുണ്ട്, അത് പോരാ, എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ? വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, തങ്ങളെ, എനിക്കൊരു പരാതിയുണ്ട്. എന്ത് പരാതിയാ നിനക്കുള്ളത്? ദാരിദ്ര്യമാണ്, ഒരു പൈസ കയ്യിലില്ല തങ്ങളെ, എന്നും കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. ആ മനുഷ്യനോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ സഹോദരാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, പാപമോചനം തേടിക്കോ. അയാൾ ഇരുന്നപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റു. എന്നിട്ട് പറയുന്നു, തങ്ങളെ, മഴയില്ലാത്ത കാരണത്താൽ കഷ്ടതയിലാ, വറ്റി വരണ്ട വയലേലകളാ വിണ്ടുകീറി കിടക്കുകയാ. കൃഷി ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിൻ്റെ പേരില്, മഴ വർഷിക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങളെ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അയാളോടും പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. നാലാമതൊരാൾ എഴുന്നേറ്റിട്ട് പരാതിയല്ല പറഞ്ഞത്, സംശയമാണ്. തങ്ങളെ, ഒന്ന് ചോദിച്ചോട്ടെ, അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു, ഇയാൾക്ക് കടമുണ്ട്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു, മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ 3 പേരും പറഞ്ഞത് 3 കാര്യമാണ്. അവർക്ക് 3 പേർക്കും 3 മറുപടിയല്ലേ കൊടുക്കുക? പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ. 3 പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ. ഒരാൾ വന്ന് ക്യാൻസർ, മറ്റേയാൾ വന്ന് ട്യൂമർ, വേറൊരാൾ വന്ന് പ്രഷർ, മറ്റൊരാൾ വന്ന് ഷുഗർ. ഈ 4 പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന്. എങ്ങനെ ശരിയാവും? അദ്ദേഹത്തിന്റെ സംശയം അതാണ്. 3 പേരുടെയും ആവശ്യം 3 അല്ല തങ്ങളെ, പക്ഷെ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണ്. അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ഞാനല്ല മറുപടി കൊടുത്തത്, അല്ലാഹു ജല്ല ജലാലു പടച്ചതമ്പുരാന്റെ മറുപടിയാണിത്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ വേണോ? പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ വിഷമിക്കുന്നവര് അങ്ങ് തമിഴ്നാട്ടിലെ ആറ്റാങ്കരക്കിപ്പുറത്തുള്ള വിജനമായ മരുഭൂമിയിൽ ചെന്നിട്ട് വലിയ പാറപ്പുറത്ത് ഉരുളി കമിഴ്ത്തിയത് കൊണ്ട് മക്കളുണ്ടാവോ? അതാ സമുദായത്തിന്റെ വിശ്വാസം. തമിഴ്നാട്ടിൽ കൊണ്ട് ഉരുളി കമത്തിയാൽ കരുനാഗപ്പള്ളി പാർക്ക് മക്കളുണ്ടാവുമെന്നാണ്. എന്തൊരു മൂഢവിശ്വാസമാണ്. തമിഴ്നാട്ടിലെ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ, ഒരു തൊട്ടിൽ കെട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുടെ ലോകം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഖുർആനും നടുക്ക്, അതിനകത്ത് മരുന്നുണ്ട്. നിങ്ങൾക്ക് മക്കളില്ലാത്തവരെന്നെ കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ? നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ? പടച്ചവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ്, കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹനെ തന്നെയാണ് സത്യം. ഖുർആൻ നമുക്ക് അല്ലാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓതാനും വേണ്ടി മാത്രമല്ല. അതിനകത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന്. സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന്? മക്കളുണ്ടാവുക വലിയ സന്തോഷമാണല്ലോ, മക്കളുണ്ടാവുക വലിയ ആനന്ദമാണല്ലോ. ഷഹന എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത ക്ലാപ്പനയിലെ ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തുൽ ബഖീഇല്
സുഡാനിലെയാണെന്ന് തോന്നുന്നു. 3 ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തന്റെ നെഞ്ചറ്റം മാറിടത്തില് കെട്ടിപ്പിടിച്ച് ജന്നത്തുൽ ബഖീനകത്ത് കിടക്കുന്നല്ലോ സഹോദരങ്ങളെ. നിസാർ നവോദയ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരുനാഗപ്പള്ളിക്കാരനാണ് അല്ലേ, ഈ മഹല്ലുകാരനാണ് അല്ലേ, ഈ മഹല്ലുകാരനല്ലേ, അതെ പുത്തൻ തരുവോ ഈ നാട്ടുകാരനാണ് നിസാർ നവോദയ. മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക. 4 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ രാത്രി തറാവീഹ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ ഞാനൊരു ക്ലിപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞു, ഇതൊരു മാർക്കറ്റല്ലല്ലോ, ആളുകൾ പറഞ്ഞല്ലോ, ഞാൻ ആ പെങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഒന്ന് പറയണം, സമൂഹം അറിയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല. വേദികൾ പലതും വന്നു, ഞാൻ മിണ്ടിയില്ല. സഹോദരങ്ങളെ, പലരും അതിനെപ്പറ്റി ഇങ്ങനെ വാചാലമായി പറഞ്ഞു. ഇന്നലെ ഇതേ സമയമാകുമ്പോൾ എന്റെ ക്ലാപ്പനയിലെ ഒരു സഹോദരൻ ഫോൺ ചെയ്യുകയാണ്, ഉസ്താദേ ഞാൻ ഷഹന എന്ന് പറയുന്ന പെൺകുട്ടി അറിയോ, മദീനത്തു മരിച്ച ജന്നത്തുൽ ബഖീൽ മറമാടിയ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ വാപ്പയാണ് ഞാൻ. ആ ഷഹനയുടെ വാപ്പയാണ് ഞാൻ. ഉസ്താദിന്റെ പ്രസംഗം വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ മോക്ക്. ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട്. ഞാൻ ഓച്ചറയിലും ക്ലാപ്പനയിലും പുതുത്തെരുവിലുമൊക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി. ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ്. ഈ വീട് വരെ വന്നൊന്ന് ദ്വാരക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടിയുണ്ട്, ഞാൻ എത്താം. സഹോദരങ്ങളെ, 2 മിനിറ്റ് കഴിഞ്ഞില്ല ഷമീറും വിളിക്കുന്നു, ഭർത്താവ്. ഞാൻ കണ്ടിട്ടില്ല ഈ 2 പേരെയും. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനാണ് ഷഹനയുടെ ഭർത്താവ് ഷമീർ. എനിക്കാണ് മക്കളില്ലാതെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുമായി എൻ്റെ നായകന്റെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ എന്ന്. എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ പരസ്പരം സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം, ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം. അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു. മക്കളില്ലാത്ത വിഷമത്തോടെ ജന്നത്തുൽ ബഖീൽ സഹാബാക്കള്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ട താബീങ്ങള്, അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമക്കള്, അവിടുത്തെ ഇവിടെ ഭാര്യമാര്, അവരെല്ലാം കിടക്കുന്ന മണ്ണില്, അതേ ബഖീന്റെ മണ്ണില് ആ പ്രിയപ്പെട്ട ഷഹന എന്ന നിങ്ങളുടെ നാട്ടുകാരിയായ പെങ്ങളെ എടുത്തങ്ങോട്ട് ഖബറിലേക്ക് വെക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ദജ്ജാല് വരാത്ത മണ്ണ്, യജൂജ് മജൂജ് വരാത്ത മണ്ണ്, ആ പവിത്രമായ മണ്ണില് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പൊന്നാര ഹബീബിന്റെ പൊന്നുമക്കളുടെ ചാരത്താ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചത്തേക്ക് മാറിടത്തിലേക്ക് 3 ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇലാ ഖിയാമത്ത് നാൾ വരെ നിനക്കിവിടെ മക്കളില്ലെങ്കിലും, മണ്ണിന്റെ പുറത്ത് മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്കൊരു കുഞ്ഞിനെടുത്തു വെച്ച് കൊടുപ്പിച്ചത് അല്ലാഹുവാ. ഇവിടെ തന്നില്ലെങ്കിലും അല്ലാഹു ഖബറിൽ തരും, ഖബറ് തന്നില്ലെങ്കിലും അല്ലാഹു നാളെ പരലോകത്ത് നമുക്ക് തരും. ഇവിടെ കുഞ്ഞുമക്കൾ മരിക്കുന്നവരില്ലേ, ചെറിയ പ്രായത്തിലും മക്കൾ മരിക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ അറിയണം, നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ, എൻ്റെ സ്നേഹിതൻ അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുന്ന നൗഷാദ് ബാക്കവിയുടെ മകൻ മരിച്ചതാ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുടെ മക്കൾ മരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ സദസ്സിരിക്കുന്ന പെണ്ണുങ്ങൾ, നിങ്ങളാണുങ്ങൾ ആരുടെയെങ്കിലും മക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ടോ? ദുഃഖം സഹിക്കാൻ പറ്റൂല, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളെ മക്കൾ, നിങ്ങളുടെ മനസ്സ് പറയുന്നതെന്താണ്? പടച്ചവനെ, എൻ്റെ പൊന്നുമോൻ ഞാൻ എത്ര നാള് വളർത്തേണ്ടതാണ്, എത്ര നാള് ഞാൻ പോറ്റേണ്ടതാണ്, എത്ര നാള് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞതെന്തെന്നറിയോ? ചെറിയ പ്രായത്തിൽ മക്കൾ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ, ഏറ്റവും നല്ല ഉമ്മ അള്ളാന്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ഏതാ വാപ്പ എന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാം എന്ന വാപ്പ. ഉമ്മയാരാ? ബീവി സാറാ. സാറാ റളിയല്ലാഹു തആല അൻഹാ ഇസ്ഹാഖ് നബിയുടെ ഉമ്മയല്ലേ? ആ സാറാ ബീവി എന്ന ഭാര്യ ഉമ്മയും ഇബ്രാഹിം നബി എന്ന വാപ്പയും ചെറിയ പ്രായത്തിൽ ദുനിയാവിലും മരിച്ചു പോകുന്ന മക്കളെല്ലാം ആളിച്ച് കളിപ്പിച്ച് സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാ. എന്നിട്ട് റസൂൽ നിർത്തുന്നില്ല. ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മരിച്ചവിടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ പൊന്നുമോനെ. സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാണ് പൊന്നുമോള്. എന്നിട്ട് ദുനിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിന്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇനി വളർത്തിക്കോ, ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ. പ്രിയപ്പെട്ടവരെ, മക്കളൊരു വികാരമാണ്. അതില്ലാത്തവനെ അതിന്റെ വേദന അറിയൂ. മക്കളില്ലാത്തവർക്ക് ഏതിന്റെ വേദന അറിയൂ. സന്താനങ്ങൾ ഇല്ലാത്തവർ എന്തിന് സങ്കടപ്പെടണം? എന്തിന് സങ്കടപ്പെടണം? അല്ല പറഞ്ഞല്ലോ, യഹബുലി മയ്യശാഉ ഇനാസാ വയഹബുലി മയ്യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ വയജഅലു മയ്യശാഉ അഖീമാ. അല്ല പറയുന്ന ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും, ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും. ലൂത്ത് നബി ഉദാഹരണമാണ്. ചിലർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കും. ഇബ്രാഹിം നബി ഉദാഹരണമാണ്. ചിലർക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അതിന് ഉദാഹരണമാണ്. ചിലര് പ്രസവിക്കാത്ത പെണ്ണുങ്ങളായി പോകുമെന്ന്. അപ്പോഴും നമ്മൾ കരുതണ്ട, എൻ്റെ റബ്ബന്റെ വാതിൽ അടച്ചിടുമെന്ന്. സക്കരിയ നബിയുടെ ഭാര്യ ആഖിറയാണ് എന്ന് പറഞ്ഞ മലടിയാണ്, മച്ചിയാണ്, പ്രസവിക്കാത്ത പെണ്ണ. സക്കരിയ നബി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ അല്ലാഹു മോനെ കൊടുത്തു. വവഹബ്നാ ലഹു യഹ്യാ. യഹ്യ എന്ന മകനെ കൊടുത്തത് സക്കരിയ നബിക്കാണ്. സക്കരിയ നബിയുടെ തലമുടി നരച്ചു, സക്കരിയ നബിയുടെ എല്ലുകൾ നുരുമ്പിപ്പോയി. ഭാര്യ ആഖിറം മലടിയായ മച്ചിയായ പ്രസവിക്കാത്ത പെണ്ണ്, യൂട്രസ് ഇല്ലാത്ത പെണ്ണ്. എന്നിട്ടും അല്ലാഹു അവന്റെ ഖുദ്റത്ത്, അജീബായ ഖുദ്റത്ത് കൊണ്ട് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നവരെ, സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള 7 ദിവസമല്ല, മരിക്കുന്ന സമയം വരെയും അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മക്കളെ അല്ലാഹു തരുമെന്നാണ്. മക്കളെ തരും അല്ലാഹു. ഞാൻ ആയത്തോതി തരാം. അവസാനം രണ്ടാമത് പരാതി എന്താ? രണ്ടാമത്തെ ആളിന്റെ വിഷമം എന്താണ്? തങ്ങളെ ദാരിദ്ര്യമാണ്, ഒരു പൈസ കയ്യിലെടുക്കാനില്ല, 1 രൂപ കയ്യിലെടുക്കാനില്ല, കഷ്ടപ്പാടാണ്. എന്താ ചെയ്യേണ്ടത്? അയാളോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാ. ചോദിക്കട്ടെ സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്, ഓരോ സദസ്സുകളിൽ ആരാണ് 1 ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഉയരുമായിരുന്നു. ഇന്നാ സ്ഥാനത്ത് 1000 രൂപ കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഖീലന്മാരായത് കൊണ്ടല്ല, പരമലുദ്ധന്മാരായി ജനങ്ങൾ മാറിയത് കൊണ്ടല്ല, അവരുടെ കയ്യിൽ പൈസയില്ല, ദാരിദ്ര്യമാണ്, കഷ്ടതയാണ്. ഒരാളുടെ കയ്യിലും പൈസ എടുക്കാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാരം ഖുർആനിലുണ്ട്, പരിഹാരം ഖുർആനിലുണ്ട്. അല്ലാതെ ആരോ പറഞ്ഞതുപോലെ മണി പ്ലാന്റ് എന്നും പറഞ്ഞ് കാട്ടിക്കിടക്കണ ഈ ചവറെല്ലാം കൂടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവച്ച പാമ്പ് കയറും. അല്ലാതെ വേറെ മണി പ്ലാന്റ് പോലും, എന്ത് മണി പ്ലാന്റാ, എന്ത് മണി, കുറെ ഏതെങ്കിലും പൊട്ടന്മാരെന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഉജാല കലക്കിയിട്ട് മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ ഉജാല കലക്കി സിറ്റ് ഔട്ടിൽ വെച്ച പട്ടി കയറൂല. ആരോ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു, ഇതിന്റെ 4 സൈഡ് ഉജാല കുപ്പി നിരത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ സുഖമായിട്ട് പട്ടി കിടന്നുറങ്ങുന്നു. ഇതാര് പഠിപ്പിച്ചതാ? എന്ത് മണ്ടത്തരം! ഇതെല്ലാം വിറ്റഴിയുന്ന എവിടെയെന്നറിയോ? പെണ്ണുങ്ങളല്ല. എന്ത് പറഞ്ഞാലും പാവങ്ങൾ വിശ്വസിച്ചോളൂ, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. ഇതൊക്കെ പൊട്ടന്മാര് പറയുന്നതാ. മണി പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന കൊമ്പേറി കയറും, അല്ലാതെ ഒന്നും നടക്കില്ല. പാമ്പ് വീട്ടിൽ വരും. വീട്ടില് ഈ ആഫ്റ്റർ കോവിഡാനന്തര നമ്മുടെ ചില മാറ്റങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങിയത്. ഞാൻ അയല പൊരിക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം, ഞാൻ കടലക്കറി വെക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് പെണ്ണുങ്ങൾ, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ മടിച്ചുകളായി പോയി. അവർക്ക് നല്ലവരതൊക്കെ വെക്കാൻ അറിയാം, എങ്കിലും യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് കടലക്കറി വെക്കും. കിട്ടുന്നത് അവസാനം ഈ കിഴങ്ങ് കറിയായിരിക്കും. അതാ പ്രശ്നം.
അപ്പം ഉണ്ടാക്കാൻ കിട്ടുന്നത് ഒരട്ടിയാണ്. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരു കാര്യമാണ് ഈ പറയുന്ന മണി പ്ലാന്റ്. അതല്ല വേണ്ടത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്ക്. മക്കളോട് പല മക്കളെ 100 ഇസ്തിഗ്ഫാറിൽ കുറയാതെ സന്ധ്യാസമയത്ത് ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 എണ്ണം ഇരുന്ന് ചൊല്ല്. വഅഖിദ്ന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ ഇരുന്ന് ഇസ്തിഗ്ഫാർ. ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടിയിട്ട്, ഒരു തുള്ളി മഴ പെയ്ത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ നമ്മൾ കാത്തിരിക്കാൻ. മഴ അങ്ങോട്ട് പെയ്താൽ എന്തൊരു സന്തോഷമാണ്. ഈ മഴ വർഷിക്കണോ? മഴ വർഷിക്കാൻ എന്താ വേണ്ടത്? മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥാ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ലാതെ വേറെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. പണ്ടൊരു ജഡ്ജി വാദം കേൾക്കുകയാണ്. വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ പ്രതിക്ക് ദേഷ്യം വന്നു. പ്രതി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിരത്തി. അപ്പൊ ജഡ്ജി പറഞ്ഞു അതും ശരിയാണ്. അപ്പൊ കേട്ടോണ്ടിരുന്ന ആളെ ചോദിച്ചു അത് പിന്നെ എങ്ങനെ ശരിയാവും? അതും ശരിയാണ്, അപ്പുറത്തത് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മഴ പെയ്യും, ഇല്ലെങ്കിൽ പെയ്യൂല. അത് കാലാവസ്ഥാ നിരീക്ഷകർ തന്നെ പറയണമെന്നുണ്ടോ? അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി വേറെ, റെസ്പോൺസിബിലിറ്റി വേറെ. നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല. ഒരാൾ നടന്നു വരുമ്പോ 3 പേര്, 2 പേര്, ഒരാൾ കുഴി കുത്തുന്നു, കുത്തി പോകുന്നു. കുഴി കുത്തുക എന്നല്ലേ പറയുന്നത്. ഞാൻ 6-7 കൊല്ലം ചുറ്റുമുല പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഭാഷയൊക്കെ അറിയാം അല്ലേ. അപ്പൊ ഈ കുഴി കുത്തി പോവാ. അതിന്റെ പുറകെ രണ്ടാമത്തെ ആൾ കുഴി മൂടി വരികയാണ്. നടന്നു വന്ന മൂന്നാമൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? എന്തായി കാണിക്കുന്നത്? ഒന്നുകിൽ നീ കുഴി എടുക്കാതിരിക്കി, ഇല്ലെങ്കിൽ നീ മൂടാതിരിക്കി. എന്തായി കാണിക്കുന്നേ? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്താ ഡ്യൂട്ടി? ഞങ്ങൾ 3 പേരാ സാധാരണ ജോലിക്കുള്ളത്. ഇന്നൊരാൾ വന്നിട്ടില്ല. അത് ചോദിച്ചാൽ ആരാ വരാത്തത്? എൻ്റെ ഡ്യൂട്ടി കുഴി കുത്തലാണ്, രണ്ടാമൻ്റെ ഡ്യൂട്ടി തൈ വെക്കലാണ്, മൂന്നാമൻ്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടലാണ്. പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല. ആരാ? ഈ തൈ വെക്കുന്നവൻ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ. അതല്ലല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. വരുന്ന തറാവീഹിന് എവിടെയെങ്കിലും ചാരി എന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നു. ഡ്യൂട്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? കുറച്ച് കഴിക്കണം, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് മഗ്‌രിബിന് ബാങ്ക് കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ, സെൻട്രൽ പള്ളിയിൽ, ലൈവ് ഒന്നും അല്ലല്ല, സെൻട്രൽ പള്ളിയിൽ 7 മിനിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മഗ്‌രിബിന് ബാങ്ക് കേട്ട 7 മിനിറ്റ്. ഒരു മുറത്തിലാ കൊടുക്കുന്ന സാധനങ്ങൾ. ഈ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളിൽ പോയാൽ പോരെ? കഷ്ടപ്പെട്ട് ചുമക്കുമ്പോൾ കഫമങ്ങാനം അകത്ത് പോയാൽ നോമ്പ് മുറിഞ്ഞ്. അത്രേ ഉള്ളു നോമ്പെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാൽ മതി. അത് അജുവ തന്നെ ആകണമെന്നില്ല, അതൊക്കെ ബറക്കത്താണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് തുറക്കും. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ. അവര് പറയുന്നത് എന്താണ്? നോമ്പ് തുറ തന്നെ വേണം. അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് തുറ. ആ തുറക്കാൻ മുറത്തിൽ കൊടുത്തു. ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ പപ്സ്, പിന്നെന്താണ്, പിന്നെ ഈത്തപ്പഴം, സമൂസ, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റങ്ങൾ, ആപ്പിള്, കിണ്ണത്തപ്പം. അതൊന്നും ഇവിടെ ഉണ്ടോ? കിണ്ണത്തപ്പം അത് ഇവിടെ വന്നിട്ടില്ല, തിരുവനന്തപുരത്ത് മാത്രമുള്ളതാ. അപ്പൊ കിണ്ണത്തപ്പം, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഇത് 7 മിനിറ്റ് 8 മിനിറ്റ് കൊടുത്തു സമയം. എന്നാലും കൈ കെട്ടുമ്പോ കേൾക്കാം ഈത്തപ്പഴം എടുക്കുന്നത് പള്ളിയിൽ നിന്ന്. ഈ 7 മിനിറ്റ് കൊടുത്താലും പോരാ സമയം. അപ്പൊ ഈ നിലയിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി പോരാ, ചീനിയും ഇറച്ചിയുണ്ട്. ഇവിടെ ഒന്നും ഇല്ല, ഇല്ലാത്തത് തുടങ്ങല്ല കേട്ടോ. അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചീനി ഇറച്ചിയില്ലെങ്കിൽ അന്ന് നോമ്പ് ഹയാത്തായില്ല. അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഇറച്ചിയും ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സാധനം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ പാവപ്പെട്ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. അപ്പോഴാണ് ഇഷായിന്റെ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കും, അളിയാ 8 എവിടെ ഉണ്ട്? 8 എവിടെ ഉണ്ട്? നമുക്ക് അവിടെ പോയാലോ? കാരണം വയ്യ, ഇന്ന് ക്ഷീണമാണ്. 20-ൽ തന്നെ പോയെന്ന് പാടാ. അപ്പോൾ നമുക്ക് 8 പോയാലോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കേണ്ടത് 2 നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത്. 1 നോമ്പ് തുറക്കുന്ന സമയം, 2 അത്താഴം.
തറാവി കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴിപ്പൊന്നും ദീനിലില്ല, വേണമെങ്കിൽ കഴിച്ചോളി, ദീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട, പട്ടിണി കിടന്ന് മരിക്കണ്ട, ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച് റാഹത്തായി എല്ലാ നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്ന് പറയുന്ന സംഗതിയില്ലാതെ, മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഖുർആനിലും മരുന്നുണ്ട്. അത് ഡ്യൂട്ടിയായിട്ട് ചെയ്താൽ പോരാ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. അല്ലാതെ ഒരു ഡ്യൂട്ടി നിർവഹിക്കുക, തറാവീഹിന് ചേർന്ന് നിസ്കരിക്കുക, തറാവീഹിന് ചുവര് ചേർന്ന്, എന്തിനാണിത്? നമുക്ക് കഴിയുമെങ്കിൽ ആരോഗ്യത്തോടെ നിസ്കരിക്കുക. ഞാൻ ഇന്ന് വന്നപ്പോൾ എന്നോട് വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെടുത്ത്, ഞാൻ സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്തിനാണ് ഇന്നത്തെ സമയമില്ല 3 റക്അത്ത് കരിച്ചിട്ട് പോവാ? എന്തിന്? അള്ളാഹ്ക്ക് എത്ര ദാരിദ്ര്യമുണ്ടോ? നിനക്ക് പറ്റുമെങ്കിൽ നിസ്കരിക്കുക. നീ എന്തിന് അള്ളാഹ്ക്ക് 3 റക്അത്ത് കൊടുക്കാൻ നിൽക്കുന്നേ? നിന്നോട് പറഞ്ഞ നിസ്കാരം നീ കൃത്യമായിട്ട് നിർവഹിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ചു നോക്കിയേ, അള്ളാഹു താല നമുക്ക് മഴ തരും. അല്ലാതെ മഴ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ട്, മഴ പെയ്യാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ മരുന്നുണ്ട്. ആ മരുന്ന് ഇസ്തിഗ്ഫാറ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ആ സമയമാണ് ഇസ്തിഗ്ഫാറിനെ പറ്റിയിട്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത്. ഇതെന്റെ വാക്കല്ല, അല്ലാഹു പറഞ്ഞതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും ഇദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹ് പറയുകയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. കാരണം ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു വല്ലാതെ പാപം പൊറുക്കുന്നവനാ. അല്ലാഹു നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹ് പൊറുത്തു തരുന്നവനാ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ച് തരുകയും ചെയ്യുന്നതാ. വയുംദിദുക്കും ബിഅംവാൽ, നിങ്ങൾക്ക് ധാരാളം സമ്പത്തല്ല തരുന്നതാ. വബനീ, ഒരുപാട് സന്താനങ്ങളെ റബ്ബ് തരുന്നതാ. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് ധാരാളം തോട്ടങ്ങളും അരുവികളും സർവ്വ സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് അല്ലാഹു തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതല്ല പരിചയപ്പെടുത്തുന്നു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അതുകൊണ്ട് കരുനാഗപ്പള്ളിക്കാരാ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാ. അല്ലാഹു പ്രത്യേകിച്ച് തന്ന മാസമാണ് റമളാൻ. അതിൽ പൊതുവേ റമളാൻ നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ രണ്ടാമത്തെ 10 പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. അല്ലാഹു നമുക്ക് നന്നായിട്ട് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, 3ാമത്തെ 10 വരാനിരിക്കുകയാ സഹോദരങ്ങളെ. ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ 3ാമത്തെ 10 കടന്നു വരുന്നുണ്ട്. അത് നരകമോചനത്തിന്റെ 10ആണ്. ഞാൻ ആമുഖം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉണർത്തിയല്ലോ. നരകമോചനത്തിന്റെ 10 എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോപം കൊണ്ട് നിറയ്ക്കപ്പെട്ട നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തന്ന പുണ്യമായ 10ആണ്. ആ നരകം സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ശൈത്താനാണ്. ആ ശൈത്താനിൽ നിന്നുണ്ടാകുന്നത് കോപമാണ്. ഇന്നൽ ശൈത്താന ഖുലിക മിനന്നാർ, ശൈത്താൻ പടയ്ക്കപ്പെട്ടത് തീ കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു അൽ ഗളബു മിനശ് ശൈത്താൻ, കോപം ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫൽയതവല്ലവന് ഒളുവ് ചെയ്തു കൊള്ളട്ടെ. കാരണം വെള്ളത്തെ തീയെ വെള്ളമേ കെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ അവസാനത്തെ 10 നരകമോചകരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ, അള്ളാന്റെ കോപത്തിന് ഇരയാകാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള മാർഗമേതെന്നറിയോ? ആരോട് കോപിക്കാതിരിക്കുക, ആരോടും ദേഷിക്കാതിരിക്കുക. 3 വട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ സഹാബി വര്യനോട്, എന്താ റബിയേ എനിക്കൊരു ഉപദേശം തരൂലേ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞത്, ലാ തഗ്ളബ്, കോപിക്കല്ലേ. വീണ്ടും വന്നു, നബിയേ വേറെന്തെങ്കിലും ഉപദേശമുണ്ടോ എന്ന അർത്ഥത്തിലാവുന്നത്. അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കല്ലേ. 3ാമത്തെ പ്രാവശ്യവും വന്നു. ആ സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, കോപിക്കല്ലേ. സഹോദരങ്ങളെ, കോപം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ മെനക്കെടുവോ? ആരോടാ കോപമില്ലാത്തത്? ഭാര്യയുടെ വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭർത്താവേ, എങ്ങനാണ് അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക? പള്ളിയിൽ ഉസ്താദിൽ നിന്നോ, അല്ലെങ്കിൽ പള്ളിയിലെ മുഅദ്ദിനിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ കാണുമ്പോ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോപിക്കാതെ ദേഷിക്കാതെ മാപ്പ് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? എന്നാ നരകമോചനത്തിന്റെ പത്തിൽ അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഖ്ബിറേ സാദിഖുൽ മസ്ദൂഖ്, നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദര, ആമുഖം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവൻ തന്നതാണ് റമളാൻ. അതുകൊണ്ട് 3 10 സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിച്ചിട്ട് ആ കടമകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശവ്വാൽ മാസം 1-ാം തീയതി അഥവാ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞാനും നിങ്ങളും വരുന്നത് എങ്ങനെയെന്നറിയോ? എന്താണ് ആ പെരുന്നാളിന്റെ പേര്? എന്താ നമ്മൾ കാണാൻ പോകുന്ന, നേരിടാൻ പോകുന്ന പെരുന്നാളിന്റെ പേരെന്താ? എന്ത് പെരുന്നാളാ? നിസ്കാരത്തഴമ്പ് പുരികത്തായ നമ്മുടെ ഈ ഏരിയയിലൊക്കെ മൈക്ക് വയ്ക്കുന്ന ആളാ, അതുകൊണ്ട് നമ്മൾക്ക് പറയാത്. എന്ത് പെരുന്നാളാ വരാൻ പോകുന്നേ? തിരുവനന്തപുരത്ത് ഈദുൽ ഫിത്തറാണ്. ഇവിടെ എങ്ങനെ തന്നെ? ശരി, ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്ന് നമ്മൾ പറയുന്ന ഈ പെരുന്നാളിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? ഞാൻ നിർത്തി. ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളെന്ന് നമ്മൾ അർത്ഥം വയ്ക്കുന്നു. ആ അർത്ഥം തെറ്റാണ്. ഈദുൽ ഫിത്തർ എന്നതിന് ചെറിയ പെരുന്നാൾ എന്ന അർത്ഥമില്ല. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര, അതാണ് ഈദുൽ ഫിത്തർ. അൽ ഔദ് എന്ന് പറഞ്ഞാൽ മടക്കം, ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി. ഏത് ശുദ്ധ പ്രകൃതി? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. ആ മാതാപിതാക്കളാണ് നസ്രാണിയാക്കുന്നത്, മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത്, മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത്, മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്, മാതാപിതാക്കളാണ് കോൺഗ്രസ് ആക്കുന്നത്, മാതാപിതാക്കളാണ് ലീഗ് ആക്കുന്നത്, മാതാപിതാക്കളാണ് SDP ആക്കുന്നത്, മാതാപിതാക്കളാണ് മുസ്ലിം ആക്കുന്നത്, മാതാപിതാക്കളാണ് തബ്ലീഗാരനാക്കുന്നത്, മാതാപിതാക്കളാണ് സുന്നിയാക്കുന്നത്, മാതാപിതാക്കളാണ് മുജാഹിദാക്കുന്നത്, മാതാപിതാക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, മാതാപിതാക്കളാണ് ഇതൊന്നിലും പെടാത്തതാക്കുന്നത്. എന്തുകൊണ്ട്? ശുദ്ധ പ്രകൃതിയിൽ പച്ചവെള്ളം പോലെ പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മാതാപിതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിലൂടെ കുഞ്ഞു മാറുന്നു. അപ്പോൾ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ ആ നിമിഷത്തെയാ പറയുന്നത്. അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം 3-10 കാരുണ്യം, പാപമോചനം, നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് വരുന്നത് എങ്ങനെയാണ്? അൽ ഔദു ഇലൽ ഫിത്ര, ഉമ്മ പ്രസവിച്ച ദിവസത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ല, ഒരു പാപവും ഇല്ല. പെരുന്നാളിൻ്റെ അന്ന് ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടി വണ്ടിയുടെ പുറകിലൊന്നും പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാൽ അവിടെ മുതൽ തുടങ്ങുകയാണ് അടുത്ത പരിപാടി. അപ്പോൾ അതുകൊണ്ട്
30 ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മമണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ, ആ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് അല്ലാഹു സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ടേ. ദുആയുടെ മാസമാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുആകളിലൊക്കെ ഈ വിനീതനെയും കൂടി ഉൾപ്പെടുത്തണം, കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തണം. ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ TV പ്രോഗ്രാമിൽ കൈരളി, അതുപോലെ തന്നെ ജയ് ഹിന്ദ്, അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പറഞ്ഞ കുറച്ച് ദുആകൾ ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകളാണ്. എന്ന് പറഞ്ഞാൽ അബൂദർദാ തങ്ങൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ മനുഷ്യനാണോ ജിന്നാണോ? അബൂദർദാ തങ്ങൾ പറഞ്ഞു, എന്താ സംശയം? അല്ല, നിങ്ങൾക്ക് 4 ദിവസം കൊണ്ട് ഞാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരികയാണ്, നിങ്ങൾ മരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, 40 ദിവസം നീ എനിക്ക് 40 വർഷം വിഷം തന്നാലും ഞാൻ മരിക്കൂല. കാരണം ഭക്ഷണത്തിലെ വിഷമേൽക്കാതിരിക്കാനുള്ള ഒരു ദുആ എനിക്ക് റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞാനത് കൃത്യമായി ചൊല്ലുന്നവനാ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചരിത്രത്തോടു കൂടിയിട്ടുള്ള കുറേ ദുആകൾ, 40ഓളം എന്നാണ് എൻ്റെ ഓർമ്മ. ആ 40ഓളം വരുന്ന ദുആകൾ അടങ്ങിയ ഒരു ചെറിയ ബുക്കുണ്ട്. 50 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഇൻഷാ അല്ലാഹ് അതിവിടെ വിൽക്കും. അത് ആവശ്യമുള്ളവർ, ഓരോന്നും നല്ലതാണ്. ദുആ സ്വീകരിക്കുന്ന സ്ഥലങ്ങൾ, ദുആ സ്വീകരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ, ചില അടയാളങ്ങൾ. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വന്നാൽ, അലർജി ഉള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്, ദ്വാരന്നുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വന്നാൽ ആ ദുആ സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ചൊരു ഉന്മേഷം, ഒരു ഉഷാറുണ്ടായാൽ അത് സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. അങ്ങനെയുള്ള ദുആ സ്വീകരിക്കുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന, അതേപോലെ 40ഓളം വരുന്ന ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകളുള്ള ഒരു ബുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ വിൽക്കും. സഹോദരിമാരുടെ അടുക്കലേക്കും കൊണ്ടുവരും. 50 രൂപയാണ്. അത് ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ വാങ്ങിക്കൊള്ളുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും മറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. അസ്ലിഹ് ലനാ ശഅനനാ കുല്ലാ വലാ തകിൽനാ ഇലാ അൻഫുസിനാ തുർഫത അഈൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين. കരുണയുള്ള അല്ലാഹ്, ദയാലുവായ റബ്ബേ, കൃപയുള്ള തമ്പുരാനെ, എത്ര കഠിനമായ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും നിന്റെ സ്നേഹം കൊണ്ട്, ദയ കൊണ്ട്, അലിവ് കൊണ്ട് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന അല്ലാ, ചെയ്ത പാപങ്ങൾ പുറം ലോകത്തെ അറിയിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചവന് നീയല്ലേ തമ്പുരാനെ. എത്ര വലിയ പാപികളാണെങ്കിലും നീ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് കണക്കില്ലല്ലോ റബ്ബേ. എത്ര സ്നേഹമാ നീ ഞങ്ങളോട് കാണിക്കുന്നത്. കണക്കില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാഥ, ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാൻ മാസത്തിലെ പാപമോചനത്തിൻ്റെ പത്തിൽ അനുഗ്രഹീതമായ നിന്റെ ദീനീ സദസ്സിൽ അല്ലാഹുവേ തമ്പുരാനെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ഈ കഠിനമായ ചൂട് സമയത്ത് നിന്റെ മുന്നിലേക്ക് നിന്നെപ്പറ്റി പറഞ്ഞ വേദിയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ ഈ കൈകളെ തട്ടിക്കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്നാ പ്രതീക്ഷിക്കേണ്ടതല്ല. ഏത് സ്ഥലത്ത് വെച്ച് ഏത് സമയത്താ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുക എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. വളരെ പ്രതീക്ഷയോടെ ഞങ്ങളെ കൈകളെ ഞങ്ങൾ നീട്ടുകയാണ് തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പൊറുക്കണേ തമ്പുരാനെ. പൊറുത്തു തരണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ സകല പാപങ്ങളെയും നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു പാപവും ഞങ്ങളിൽ അവശേഷിപ്പിക്കല്ലേ അല്ലാ. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാനെ. ദുഷ്പ്രേരണ മൂലം ഞങ്ങൾ ചെയ്തതാണേ അല്ലാ. അഹങ്കാരത്തോടെ ഞങ്ങൾ
ചെയ്തതല്ല അല്ലാ, വൈകാരികമായി ഞങ്ങൾ ചെയ്തു പോയതാണ് അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു തരാതിരിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ, ഇഹത്തിലും പരത്തിലും ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. ഇനിയുള്ള ജീവിതകാല പാപത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റണേ അല്ലാ, പാപമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല നാളുകളാ കടന്നു പോകുന്നത്. ഇബാദത്തുകൾ കൊണ്ട് സജീവമാകാൻ, ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അമല് സാലിഹാത്തുകൾ സ്വീകരിക്കണേ അല്ലാ, ഒരു അമലുകളും ഞങ്ങളിൽ നിന്ന് നീ തള്ളിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ. മരിക്കുന്ന സമയം വരെ ഇബാദത്തിൽ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഇബാദത്തുകളിൽ ലദ്ദത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ മൗത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ മരണം നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും മരണസമയം യാ അല്ലാ ഒളുവോട് കൂടിയാക്കണേ തമ്പുരാനെ. കണ്ണിൽ സ്വർഗത്തിന്റെ ചിത്രമാക്കണേ അല്ലാ, ചുണ്ടിൽ കലിമത്ത് ത്വയ്യിബയാക്കണേ അല്ലാ, ഹൃദയത്തിൽ നിന്നോടുള്ള പ്രണയമാക്കണേ അല്ലാ. ആ പ്രണയ ലഹരിയിൽ ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയം ഞങ്ങളുടെ നാവില് ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അസൂയാവഹമായ നിലയിൽ ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാ. ആര് കാണാത്തിടത്ത് വെച്ച് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, കരിഞ്ഞു മുങ്ങി ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. വെട്ടിക്കീറി കുട്ടിത്തച്ച് മോർച്ചറികളിൽ അനാഥ പ്രേതങ്ങളോടൊപ്പം വെക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മരണമാക്കല്ലേ അല്ലാ. യാ അല്ലാ ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത കോലത്തിലാക്കല്ലേ അല്ലാ. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളുടെ മയ്യത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മയ്യത്തുകൾ യാ അല്ലാ കാണുന്നവർക്കൊരു ഭയവും പേടിയുമാക്കല്ല റബ്ബേ, ഗുണപാഠമാക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങൾ ഏറ്റവും നല്ല സൗന്ദര്യത്തിലാക്കണേ അല്ലാ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി ഒഴുകി ഒറ്റുന്നറി ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിനാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് താങ്ങാവുന്നപ്പുറ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മാരക ഭീകര രോഗങ്ങൾ തരല്ലേ അല്ലാ. ആശുപത്രിയിലും വീടുകളിലും മരുന്ന് ഭക്ഷണം പോലെ കഴിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അജീബായ കുദറത്ത് കൊണ്ട് രോഗശമനം നൽകണേ ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, വേദനകൾ മാറ്റി കൊടുക്കണേ അല്ലാ, സബ്ർ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ തളർവാദം, തലച്ചോറിന് പഴുപ്പ്, ക്യാൻസർ, ട്യൂമർ, പ്രഷർ, ഷുഗർ, അൽഷിമേഴ്സ്, എയ്ഡ്സ് പടച്ചവനെ സന്ധിവാദ, പിത്തവാദ, രക്തവാദ, ആമവാദങ്ങളൊന്നും തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് താങ്ങാവുലപ്ര രോഗങ്ങൾ തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ആരുടെ എല്ലാം വീടുകളിൽ കടബാധിതരുണ്ടോ, ഞങ്ങളിൽ ആരെല്ലാം കടബാധിതരുണ്ടോ കടങ്ങളെ മാറ്റിത്തരണേ അല്ലാ, കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. മാലിക്കുൽ മാല നീയാ, മുഖല്ലിബുൽ ഖുലൂബ് നീയാ, മുസർരിഫുൽ ഖുലൂബ് നീയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളെ നീ മാറ്റിത്തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലുള്ള ആഗ്രഹങ്ങൾ നിനക്കറിയുമല്ലോ, നീ എല്ലാം സാധിപ്പിച്ചു തരണേ അല്ലാ, സാധിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മനസ്സിന് കരുത്തു തരണേ അല്ലാ. ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഞങ്ങൾ ആരെയും നീ സങ്കടപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ ആരെല്ലാം വിദേശ രാജ്യങ്ങളിലുണ്ടോ നല്ല ജോലിയും മാന്യമായ ശമ്പളവും എല്ലാ നിലയിലുള്ള ആരോഗ്യവും സമ്പത്തും സമാധാനവും അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു പിടി ഭക്ഷണമെങ്കിലും ഞങ്ങൾക്ക് തന്നവർ അവരെ നീ ഭക്ഷിപ്പിക്കണേ, കുടിപ്പിക്കണേ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുമടക്കം ചെയ്യപ്പെട്ടവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഉസ്താദുമാര്, മാതാപിതാക്കൾ,
മാതാപിതാക്കൾ ആരെല്ലാം ഖബറുകളിലുണ്ടോ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നോമ്പ് തുറപ്പിക്കാൻ, അത്താഴം കുടിപ്പിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഞങ്ങളെ വളർത്താൻ പട്ടിണി കിടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ. ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി കുടിക്കാൻ നിൽക്കാതെ നിന്നിലേക്ക് വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നാടിനെ നീ ഐശ്വര്യത്തിലാക്കണേ അല്ലാ. ഈ മഹല്ലത്തിന്റെ പരിപാലകർ, ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ചുകൂടി സഹോദരി സഹോദരങ്ങൾ, എൻ്റെ കൂടെ വന്ന സഹോദരന്മാർ, അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ വർഗീയ കലാപങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികൾക്ക് മോചനം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, കഠിനമായ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വക്കിലെത്തി നിൽക്കുന്ന മഅദനി ഉസ്താദിന് രോഗശമനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പള്ളിയെ സഹായിച്ചവർ, ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണേ തമ്പുരാനെ, സഹായിക്കണേ അല്ലാ. ഫലസ്തീൻ മക്കൾക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. ഫലസ്തീൻ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ നശിപ്പിക്കുന്നവരെ നീ നിലയ്ക്ക് നിർത്തണേ റബ്ബേ. അവരുടെ ചതിയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്ന മക്കളാ, നല്ല മാർക്ക് കൊടുക്കണേ റബ്ബേ. നല്ല മാർക്ക് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, നല്ല നിലയിൽ വിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ മനസ്സ് സങ്കടപ്പെടല്ലേ റബ്ബേ. ശരീരം തളർന്നു പോകല്ലേ റബ്ബേ. സമ്പത്ത് കൊണ്ട് ഞങ്ങളെ ദാരിദ്ര്യത്തിൽ പരീക്ഷിക്കല്ലേ റബ്ബേ. എല്ലാം നീ ഏറ്റെടുക്കണം നാഥാ, ഏറ്റെടുക്കണം റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. മൈക്രോ ഒട്ടിപ്പിച്ചവർ, അതുപോലെ റെക്കോർഡ് ചെയ്തവർ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, കസേരയിട്ടവർ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, എല്ലാവർക്കും നല്ല സവാബ് നൽകണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു